നമസ്കാരം. ഇന്ന് ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സി ലാംഗ്വേജിലെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിനെ കുറിച്ചാണ്. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിനെ എങ്ങനെയാണ് കോൾ ചെയ്യുന്നത്, എങ്ങനെയാണ് റിക്കർസീവ് ഫങ്ഷൻസ് പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നത്, ലൈബ്രറി ഫങ്ഷൻസിൻ്റെ ഉപയോഗം എന്താണ്, പോയിന്റേഴ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഫംഗ്ഷനിലേക്ക് കോൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതൊക്കെ ഉപയോഗിച്ചുള്ള ചില സി പ്രോഗ്രാംസുമാണ് ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായി എന്താണ് ഫംഗ്ഷൻ എന്ന് നോക്കാം. എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്, ഇതിനെയാണ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഒരു പ്രോഗ്രാമിൽ ഒത്തിരി സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കും. അതിൽ പല സ്റ്റേറ്റ്മെന്റുകളെയും ബ്ലോക്കുകളാക്കി തിരിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഈഫ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയുള്ള കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുമ്പോൾ രണ്ട് ബ്രാക്കറ്റ്, കേളി ബ്രാക്കറ്റ്സിനുള്ളിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നതിന് വേണ്ടി എഴുതുകയും അതിനെ ഒരു പേര് കൊടുത്തുകൊണ്ട് ഫംഗ്ഷൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. പ്രോഗ്രാമർ തന്നെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷനെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്നാണ് വിളിക്കുക. ഈ ഫംഗ്ഷൻസ് സാധാരണയായി ഉപയോഗിക്കുന്നത് ഒരേ കാര്യം തന്നെ ഒരു പ്രോഗ്രാമിൽ പലതവണ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായേക്കാം. അത്തരം സിറ്റുവേഷൻസിലാണ് ഈ ഫംഗ്ഷൻ നമുക്ക് വളരെ ഉപകാരപ്രദമാകുന്നത്. ഒരു കാര്യം തന്നെ പല സ്ഥലങ്ങളിൽ ചെയ്യേണ്ടി വരുമ്പോൾ ഈ കോഡ് നമുക്ക് വീണ്ടും വീണ്ടും എഴുതുന്നത് ഒഴിവാക്കുവാൻ വേണ്ടി നമുക്കിതിനെ ഉപയോഗപ്പെടുത്താം. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാമർ തന്നെ എഴുതി റൺ ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സി ലാംഗ്വേജിൽ ഒത്തിരി ഫങ്ഷൻസ് ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. അതായത് ഹെഡർ ഫയൽസിൽ ഒത്തിരി ഫങ്ഷൻസ് പ്രീ ഡിഫൈൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഫങ്ഷൻസിന് പറയുന്ന പേരാണ് ലൈബ്രറി ഫങ്ഷൻസ്. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന സ്കാൻഎഫ്, പ്രിന്റ്എഫ് എന്നിവയൊക്കെ ലൈബ്രറി ഫങ്ഷൻസ് ആണ്. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ കോഡ് എഴുതേണ്ടതില്ല, ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രം മതി. അതുകൊണ്ടാണ് നമ്മൾ stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സ്കാൻഎഫിനെയും പ്രിന്റ്എഫിനെയും പ്രോഗ്രാമുകളിൽ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും ലൈബ്രറി ഫംഗ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഹെഡർ ഫയൽ ഏതാണെന്നുള്ളത് മനസ്സിലാക്കി അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. ഒരു ഫംഗ്ഷനിൽ നിന്നും വേണമെങ്കിൽ നമുക്ക് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാം. അത് റിട്ടേൺ ചെയ്യുന്നത് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന പോയിന്റിലേക്കായിരിക്കും. ഒരു ഫംഗ്ഷൻ കോളിനെ അതിൻ്റെ റിട്ടേൺ വാല്യൂ കൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എന്നാൽ എല്ലാ ഫംഗ്ഷൻസും വാല്യൂ റിട്ടേൺ ചെയ്യണമെന്നുമില്ല. നമുക്ക് രണ്ട് രീതിയിൽ ഫംഗ്ഷനെ കോൾ ചെയ്യാം. A function can be called from any other function. അതായത് മറ്റേതെങ്കിലും ഒരു ഫംഗ്ഷനിൽ നിന്ന് ഒരു ഫംഗ്ഷനെ നമുക്ക് വിളിക്കാം. ഉദാഹരണത്തിന് നമ്മൾ ഒരു സി പ്രോഗ്രാം എഴുതുന്നത് തന്നെ മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. നമ്മുടെ എല്ലാ പ്രോഗ്രാമും ആരംഭിക്കുന്നത് മെയിൻ, ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ക്ലോസിംഗ് ബ്രാക്കറ്റ്, അങ്ങനെ രണ്ട് ബ്രാക്കറ്റാണ് കൊടുക്കുന്നത്. അതിൻ്റെ അർത്ഥം മെയിൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ സി ലാംഗ്വേജിൽ എല്ലാം ഫങ്ഷൻസ് ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ ഫംഗ്ഷനിൽ നിന്നും മറ്റൊരു ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യാം. അല്ലാതെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്ന് ആ ഫംഗ്ഷനെ തന്നെ നമുക്ക് വിളിക്കാം. സെയിം ഫംഗ്ഷനെ തന്നെ വിളിക്കുന്ന മെത്തേഡും നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പൊ ഇങ്ങനെ വിളിക്കുമ്പോഴൊക്കെ നമുക്ക് ആ ഫംഗ്ഷനിലേക്ക് കുറച്ച് വാല്യൂസിനെ പാസ് ചെയ്യാനും സാധിക്കും. ഓരോ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴും ആവശ്യമായ വാല്യൂസ് വേണമെങ്കിൽ മാത്രം ആ ഫംഗ്ഷനിലേക്ക് സെൻഡ് ചെയ്യാനായിട്ടുള്ള
സംവിധാനവും സി ലാംഗ്വേജിൽ ഉണ്ട്. ഈ ഫംഗ്ഷനകത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ഫംഗ്ഷൻ കോൾ എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിന്റെ കൺട്രോൾ ഫംഗ്ഷൻ കോൾ ചെയ്ത പോയിന്റിൽ നിന്നും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ പോയിന്റിലേക്ക് മാറുകയും ഫംഗ്ഷൻ ബോഡിയിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഓരോന്നായി വർക്ക് ചെയ്യാനും ആരംഭിക്കും. അവസാനം ആ ഫംഗ്ഷന്റെ ക്ലോസിംഗ് ബ്രാക്കറ്റ് കണ്ടു കഴിയുമ്പോഴാണ് ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നത് ഫംഗ്ഷനെ എവിടെ നിന്നാണോ വിളിച്ചത് ആ പോയിന്റിലേക്കായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. എക്സിക്യൂഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സിന് ശേഷം ഈ കൺട്രോൾ ഫംഗ്ഷൻ എവിടേക്കാണോ കോൾ ചെയ്തത് അവിടേക്ക് റിട്ടേൺ ചെയ്യും. അവിടെ റിട്ടേൺ വാല്യൂ ഉണ്ടെങ്കിൽ ആ കോൾ ചെയ്ത പൊസിഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യും. തിരിച്ചു വരുന്ന വാല്യൂ ഉപയോഗിച്ച് ആ കോളിംഗ് വാല്യൂ അല്ലെങ്കിൽ കോളിംഗ് സ്റ്റേറ്റ്മെന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എഴുതുമ്പോഴെല്ലാം ഒരു ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് കൂടി പ്രോഗ്രാമിൽ ചെയ്യേണ്ടതുണ്ട്. സാധാരണയായി ആദ്യം നമ്മൾ മെയിൻ പ്രോഗ്രാം എഴുതും, അതിനുശേഷം യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എഴുതും. മെയിൻ പ്രോഗ്രാമിങ്ങിന്റെ ക്ലോസിംഗ് ബ്രാക്കറ്റിന് ശേഷം യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എഴുതും. അങ്ങനെ എഴുതുമ്പോൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത്, റൺ ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഈ പ്രോഗ്രാമിൽ ഉണ്ട്, ലൈബ്രറി ഫംഗ്ഷൻ അല്ലാത്ത ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ, കമ്പൈലറിന് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും മെയിൻ പ്രോഗ്രാമിന്റെ മുൻപിലായി ഇങ്ങനെ ഒരു ഫംഗ്ഷനെ കുറിച്ച് ഒരു മുന്നറിയിപ്പ്, ഒരു നോട്ടീസ് കമ്പൈലറിന് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ കൊടുക്കുന്ന ആ നോട്ടീസിനെയാണ്, ഒരു ഇൻറ്റിമേഷനെയാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ പ്രോഗ്രാമിൽ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇങ്ങനെ എഴുതിയില്ലെങ്കിൽ മെയിൻ പ്രോഗ്രാമിൽ തന്നെ ഫംഗ്ഷൻ കോൾ കാണുന്ന സ്ഥലത്ത് സിൻടാക്സ് എറർ എന്ന് പറഞ്ഞ് കാണിക്കും. പക്ഷെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഉണ്ടെങ്കിൽ കമ്പൈലർ ആ ഫംഗ്ഷൻ കോള് മനസ്സിലാക്കിക്കോളും. ഇതിവിടെ എവിടെയോ എഴുതി വെച്ചിട്ടുള്ള ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എറർ കാണിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും ഒരു ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് കൊടുക്കണം. ചില പ്രോഗ്രാമുകളിൽ മെയിൻ പ്രോഗ്രാമിന്റെ മുൻപിലായി നമുക്ക് ഈ ഫംഗ്ഷൻ ബോഡി തന്നെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതുമാണ്. നമ്മൾ സാധാരണ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എഴുതിയിട്ടുള്ള ആ മെത്തേഡ് തന്നെ ഉപയോഗിക്കുന്നതാണ് സംശയങ്ങളില്ലാതിരിക്കാൻ നിങ്ങൾക്ക് നല്ലത്. ലൈബ്രറി ഫംഗ്ഷനാണ് പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നതെങ്കിൽ പ്രോപ്പർ ഹെഡർ ഫയൽ ആ പ്രോഗ്രാമിന്റെ ആദ്യമേ തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ് ഒരുപാട് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ഉള്ളത്. അതിൽ വളരെ പോപ്പുലറായി നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് വളരെ അത്യാവശ്യമുള്ളതുമായ രണ്ട് ഫംഗ്ഷൻസ് ആണ്, സ്കാൻഎഫ് ആൻഡ് പ്രിന്റ്എഫ്. അതുപോലെ തന്നെ string.h എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയലിൽ നമ്മൾ സ്ട്രിങ്ങുമായി ബന്ധപ്പെട്ട ലൈബ്രറി ഫംഗ്ഷൻസ് ഉപയോഗിക്കും. math.h എന്ന് പറയുന്ന ഹെഡർ ഫയലിൽ മാത്തമാറ്റിക്കലായിട്ടുള്ള ചില സൈൻ വാല്യൂ, കോസ് വാല്യൂ ഒക്കെ കാണാനുള്ള ഫംഗ്ഷൻസ്, ലൈബ്രറി ഫംഗ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഏത് ഹെഡർ ഫയലിലാണ് ഈ ലൈബ്രറി ഫംഗ്ഷൻ ഉള്ളത് എന്ന് മനസ്സിലാക്കുകയും ആ ഹെഡർ ഫയലിനെ പ്രോഗ്രാമിന്റെ ആദ്യത്തെ ലൈനുകളിൽ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യണം. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഒന്ന് ലൈബ്രറി ഫംഗ്ഷൻ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മൾ തന്നെ എഴുതണം. അതിന്റെ പ്രോട്ടോടൈപ്പ് മെയിൻ പ്രോഗ്രാമിന്റെ മുൻപിലായിട്ട് കൊടുക്കുകയും വേണം. എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് എന്ന് നോക്കാം. ഫംഗ്ഷന്റെ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് എന്നീ കാര്യങ്ങൾ ഒരു ഫംഗ്ഷൻ ഡിക്ലറേഷന്റെ കൂടെ നാം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു ഡാറ്റയെ റിട്ടേൺ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ നിന്നും ഒരു ഡാറ്റ റിട്ടേൺ ചെയ്യണമെങ്കിൽ അത് ഒരു പർട്ടിക്കുലർ ഡാറ്റ ടൈപ്പിൽ ഉൾപ്പെട്ട ഡാറ്റയായിരിക്കും. ചിലപ്പോൾ ഇൻറ്റിജർ ആയിരിക്കാം, ചിലപ്പോൾ ക്യാരക്ടർ ആയിരിക്കാം, ചിലപ്പോൾ
സ്ട്രിങ്ങോ ഫ്ലോട്ടോ ഒക്കെ ആയിരിക്കാം. എന്തായാലും ആ റിട്ടേൺ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഫംഗ്ഷന്റെ പേര്, ഫംഗ്ഷൻ നെയിം, ഈ ഫംഗ്ഷൻ നെയിം നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. സി ലാംഗ്വേജിലെ റിസർവ്ഡ് ആയിട്ടുള്ള വേർഡ്സ്, അതായത് കീവേഡ്സ് ഒഴികെ വേറെ എന്ത് പേര് വേണമെങ്കിലും നമുക്ക് ഒരു ഫംഗ്ഷന് വേണ്ടി കൊടുക്കാം. ഫംഗ്ഷൻ നെയിം നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്. ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഒരു ഫംഗ്ഷനെ വിളിക്കുമ്പോൾ ആ ഫംഗ്ഷനിലേക്ക് വാല്യൂസിനെ സെൻഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സെൻഡ് ചെയ്യുന്ന വാല്യൂസിനെയാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ വാല്യൂസ് ആണ് ഫംഗ്ഷനിലേക്ക് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി നമ്മൾ ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ സൂചിപ്പിക്കേണ്ടതായിട്ട് വരും. ഇതിന്റെ സിന്റാക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ ഡാറ്റ ടൈപ്പ് ആണ് ആദ്യം കൊടുക്കേണ്ടത്. അതിനുശേഷം ഫംഗ്ഷൻ നെയിം, അതിനുശേഷം ഡാറ്റ ടൈപ്പും കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റയുടെ പേരും വേരിയബിളിന്റെ പേരുമാണ് കൊടുത്തിട്ടുള്ളത്. കോമ ഇട്ടുകൊണ്ട് ഒന്നിൽ കൂടുതൽ വാല്യൂസിനെ പാരാമീറ്റേഴ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓരോന്നിന്റെയും ഡാറ്റ ടൈപ്പ് പ്രത്യേകം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ ഡാറ്റ ടൈപ്പ് P1 എന്ന് പറയുന്നത് P1ന്റെ ഡാറ്റ ടൈപ്പാണ്. അത് P2 മറ്റൊരു ഡാറ്റ ടൈപ്പ്. ചിലപ്പോൾ രണ്ടും ഇന്റീജർ തന്നെ ആയിരിക്കാം, പക്ഷേ ഇന്റ് P1, P2 എന്ന് കൊടുക്കാൻ സാധിക്കില്ല. ഇന്റ് P1, ഇന്റ് P2 എന്ന് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പൊ ആദ്യം കൊടുക്കേണ്ടത് റിട്ടേൺ ഡാറ്റ ടൈപ്പ്. അത് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഡാറ്റ ടൈപ്പ് വേണമെങ്കിലും കൊടുക്കാം. ഇന്റ്, ക്യാരക്ടർ, ഫ്ലോട്ട്, അതുപോലെ വേറെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. നമ്മളിപ്പോൾ ഈ അവസരത്തിൽ അത് പഠിച്ചിട്ടില്ല. ഫംഗ്ഷൻ നെയിം നമുക്ക് ഇഷ്ടമുള്ള കീവേഡ് കൊടുക്കാം, ഇഷ്ടമുള്ള നെയിം തന്നെ കൊടുക്കാം. സി ലാംഗ്വേജിന്റെ വേരിയബിളിന് ഉപയോഗിക്കുന്ന അതേ റൂൾസ് തന്നെയാണ് ഫംഗ്ഷൻ നെയിമിനും ഉപയോഗിക്കുന്നത്. ഡാറ്റ ടൈപ്സ് കൂടി കൊടുക്കുന്നു. ഒരു ബ്രാക്കറ്റിനകത്താണ് ഇത്രയും ഡാറ്റ കൊടുക്കേണ്ടത്. ഫംഗ്ഷൻ ഹെഡിങ്ങിൽ കൊടുക്കുന്ന ഈ P1, P2 എന്ന് പറയുന്ന ആ വേരിയബിൾസ് പാരാമീറ്റേഴ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതിനൊരു പ്രത്യേക പേരുണ്ട്, ഫോർമൽ പാരാമീറ്റേഴ്സ്. അതായത് ഫംഗ്ഷനിൽ നിന്നും ഫംഗ്ഷൻ കോൾ സമയത്ത് സെൻഡ് ചെയ്യുന്ന ആ വാല്യൂസിനെ റിസീവ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് P1 ആൻഡ് P2. അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പൊ ഈ വേരിയബിൾസിന് പറയുന്ന പേരാണ് ഫോർമൽ പാരാമീറ്റേഴ്സ്. ഇത് ആ ഫംഗ്ഷന്റെ ബോഡിക്കകത്ത് ഏതൊരു കാൽക്കുലേഷന് വേണ്ടിയും നമുക്ക് ഉപയോഗിക്കാം. ഒരു ലോക്കൽ വേരിയബിൾ പോലെ ഇതിന്റെ ഫംഗ്ഷൻ ബോഡിക്കകത്ത് ഉപയോഗിക്കാവുന്ന വേരിയബിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഫോർമൽ പാരാമീറ്റേഴ്സ്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ ക്യാൻ ബി ഡൺ എയ്തർ ബിഫോർ ഓർ ആഫ്റ്റർ മെയിൻ. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ചില സമയത്ത് നമ്മൾ മെയിനിന് ശേഷമാണ് ഫംഗ്ഷൻസ് എഴുതുക. അപ്പോൾ പ്രോട്ടോടൈപ്പ് മെയിനിന് മുമ്പ് കൊടുത്തിരിക്കണം. ചിലപ്പോൾ മെയിനിന് മുമ്പ് തന്നെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ കൊടുക്കുന്ന പ്രാക്ടീസും സി ലാംഗ്വേജിൽ അലൗഡ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോടൈപ്പ് നിർബന്ധമല്ല. അപ്പൊ അത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം. എന്താണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നും വിശദമായിട്ട് നോക്കാം. ഫംഗ്ഷന്റെ ഹെഡിങ് എഴുതിയതുപോലെ തന്നെയാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പും കൊടുക്കേണ്ടത്. പാരാമീറ്റർ വേരിയബിൾസ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. ഇവിടെയും റിട്ടേൺ ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ്, ഇത് മൂന്നുമാണ് നിർബന്ധമായിട്ടും പറയുന്നത്. ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്സ് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. വേരിയബിൾസ് കൊടുത്താലും എറേഴ്സ് ഒന്നും കാണിക്കില്ല. അങ്ങനെയും കൊടുക്കാം. അതായത് ഫംഗ്ഷൻ ഹെഡിങ് തന്നെ അതുപോലെ എടുത്ത് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ആയിട്ട് കൊടുത്താലും പ്രോഗ്രാമിൽ എറേഴ്സ് ഒന്നും കാണിക്കില്ല. നിങ്ങൾക്ക് മിനിമം കൊടുക്കേണ്ട വിവരങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റിട്ടേൺ ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ്. അതിനൊരു സിന്റാക്സ് റിട്ടേൺ ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ഡാറ്റ ടൈപ്പ് 1, ഡാറ്റ ടൈപ്പ് 2, എക്സെട്ര. ഇപ്പം എത്ര പാരാമീറ്റേഴ്സ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഡാറ്റ ടൈപ്പ് നിർബന്ധമായും ഇവിടെ തന്നെ പറഞ്ഞിരിക്കണം. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിനകത്ത് പറഞ്ഞിരിക്കണം. Only data type of formal parameters are to be mentioned in the function prototype. Function prototype is given before main.
ഫംഗ്ഷൻ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എങ്കിൽ അത് വോയിഡ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിലാണ് ഡിഫൈൻ ചെയ്യേണ്ടതും വോയിഡ് ആയിട്ട് തന്നെയാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ കൊടുക്കേണ്ടത്. അപ്പൊ ഇത്രയുമാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട പോയിന്റ്സ്. എന്തുകൊണ്ടാണ് ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നത്? ഫംഗ്ഷൻ ഹെൽപ്പ് ടു അവോയ്ഡ് റീറൈറ്റിംഗ് ഓഫ് സെയിം കോഡ് റിപ്പീറ്റഡ്ലി. ഒരേ തരത്തിലുള്ള കോഡ് പലതവണ എഴുതുന്നത് ഒഴിവാക്കാൻ. അതായത് ഞാൻ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു, ഒരേ കാര്യം തന്നെ പലതവണ ചെയ്യേണ്ടി വന്നു കഴിയുമ്പോൾ അത് വീണ്ടും വീണ്ടും ആ കോഡ് എഴുതുന്നതിന് പകരം അതൊരു ഫംഗ്ഷനാക്കി എഴുതുകയാണെങ്കിൽ അത് നമുക്ക് ഫംഗ്ഷൻ കോളിലൂടെ ആ സ്റ്റേറ്റ്മെന്റിനെ എക്സിക്യൂട്ട് ചെയ്യാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്, വലിയ പ്രോഗ്രാംസിൽ നമുക്ക് ചില മൊഡ്യൂൾസിനെ ചില സ്റ്റേറ്റ്മെന്റ്സിനെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ മൊഡ്യൂൾസ് ആക്കി മാറ്റാം. ഒരു വലിയ പ്രോഗ്രാമിന്റെ ചില സ്റ്റേറ്റ്മെന്റ്സ് മുറിച്ച് മാറ്റി ഒരു ഫംഗ്ഷനിലേക്ക് വെക്കുന്നു. ആവശ്യം വരുമ്പോൾ ആ ഫംഗ്ഷനെ വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വലിയ പ്രോഗ്രാംസ് ചെറുതായിട്ട് കൊടുക്കാൻ നമുക്ക് ഈ ഫങ്ഷൻസ് സഹായിക്കും. മോഡുലാർ പ്രോഗ്രാമിംഗ്, മൊഡ്യൂൾസ് ആയിട്ട് പ്രോഗ്രാമിനെ തിരിച്ച് എഴുതുന്നതിനെ മോഡുലാർ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് എന്നാണ് പറയുന്നത്. ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് വലിയ വലിയ പ്രോജക്റ്റുകളിലാണ്. മോഡുലാർ പ്രോഗ്രാമിംഗ് ഹെൽപ്സ് ഇൻ ലാർജ് പ്രോജക്ട്സ് ബൈ ഡിവൈഡിങ് വേരിയസ് മൊഡ്യൂൾസ് ടു ഡിഫറെന്റ് പ്രോജക്റ്റ് ടീം മെമ്പേഴ്സ്. അതായത് ഒരു വലിയ പ്രോജക്റ്റ് സി ലാംഗ്വേജിൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മോഡുലാർ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ഫങ്ഷൻസ് ഒക്കെ അല്ലെങ്കിൽ പ്രത്യേക മൊഡ്യൂൾസ് ഒക്കെ എഴുതാനായിട്ട് വേറെ വേറെ ടീം മെമ്പേഴ്സിനെ ഉപയോഗിക്കാം. അവസാനം ഈ എല്ലാ ഫങ്ഷൻസും കൂടി ഒരുമിച്ച് ചേർത്ത് അത് ഒറ്റ പ്രോഗ്രാമാക്കി റൺ ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ പെട്ടെന്ന് പ്രോജക്റ്റുകൾ തീർക്കാൻ വേണ്ടിയൊക്കെയാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. സി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു മോഡുലാർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൂടിയാണ്. ലാർജ് പ്രോഗ്രാംസ് ഒറ്റനോട്ടത്തിൽ വായിച്ച് മനസ്സിലാക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ആ പ്രോഗ്രാംസിനെ ചെറുതാക്കി ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഫംഗ്ഷൻ നെയിമൊക്കെ കൊടുത്ത് ഫംഗ്ഷൻസ് ആക്കി തിരിച്ചു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം നോക്കുമ്പോൾ അത് മനസ്സിലാക്കാനും നമുക്ക് എളുപ്പമായിരിക്കും. ഈസി ടു അണ്ടർസ്റ്റാൻഡ് ലാർജ് പ്രോഗ്രാംസ്. അതുപോലെ യൂസർ ഡിഫൈൻഡ് ഹെഡർ ഫയൽസും ഇത് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ഒത്തിരി ഫങ്ഷൻസ് നമ്മളായിട്ട് തന്നെ എഴുതി അതിനെ ഹെഡർ ഫയലാക്കി മാറ്റുന്നതിനുള്ള സംവിധാനങ്ങളും സി ലാംഗ്വേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ സ്വന്തമായിട്ടൊരു ഹെഡർ ഫയൽ ഡിഫൈൻ ചെയ്യാനും നമുക്ക് ഈ ഫങ്ഷൻസ് ഉപയോഗപ്പെടും. എങ്ങനെയാണ് ഫങ്ഷൻസിൽ വാല്യൂസ് പാസ് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ നോക്കുന്നത്. ഒരു ഫങ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫങ്ഷൻ കോൾ ചെയ്യുന്ന ആ ഫങ്ഷനിലുള്ള ഏതെങ്കിലും വാല്യൂസ് നമ്മൾ കോൾ ചെയ്യുന്ന പാരന്റ് ഫങ്ഷനിൽ നിന്ന് ആവശ്യമുള്ള അത്രയും വാല്യൂസിനെ നമുക്ക് കോൾ ചെയ്യുന്ന ഫംഗ്ഷനിലേക്ക് സെൻഡ് ചെയ്യാം. അതാണ് വാല്യൂസ് ക്യാൻ ബി എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എത്ര വാല്യൂസിനെ വേണമെങ്കിലും നമുക്ക് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാം. അങ്ങനെ പാരന്റ് ഫംഗ്ഷനിൽ നിന്നും പോകുന്ന ആക്ച്വൽ വാല്യൂസിന് പറയുന്ന പേരാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ആക്ച്വൽ പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിൽ കൊടുക്കുന്നത്. ഈ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റേഴ്സിനെ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നു. നേരത്തെ ഇത് കൂടുതൽ വിശദമായി പറഞ്ഞതാണ്. ഫോർമൽ പാരാമീറ്റേഴ്സിന്റെ ഡാറ്റ ടൈപ്പും അതിൻ്റെ എത്ര നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് എന്നുള്ളതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്ര ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഉണ്ടോ അത്രയും തന്നെ ഫോർമൽ പാരാമീറ്റേഴ്സ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. സെൻഡ് ചെയ്യുന്ന വാല്യൂസിന് റിസീവ് ചെയ്യാനായിട്ട് ആവശ്യമായ ഫോർമൽ പാരാമീറ്റേഴ്സ് ഫംഗ്ഷനിന്റെ ഹെഡിങ്ങിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകണം. അതുപോലെ തന്നെ സെൻഡ് ചെയ്യുന്ന ആക്ച്വൽ പാരാമീറ്റേഴ്സിന്റെ ഡാറ്റ ടൈപ്പിന് മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം കറസ്പോണ്ടിങ് ആയ ഫോർമൽ പാരാമീറ്റേഴ്സിനെ ഡിഫൈൻ ചെയ്യേണ്ടത്. ഒരു ഇൻറ്റീജർ ഡാറ്റയെ സെൻഡ് ചെയ്യുമ്പോൾ റിസീവ് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരിക്കേണ്ടത് ഇൻറ്റീജർ വേരിയബിൾ ആയിരിക്കണം. ഫ്ലോട്ട് ഡാറ്റയാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ റിസീവ് ചെയ്യുന്ന ഫോർമൽ പാരാമീറ്ററിന്റെ ഡാറ്റ ടൈപ്പും ഫ്ലോട്ട് തന്നെയായിരിക്കണം. കറസ്പോണ്ടിങ് ആയിട്ട് ആക്ച്വൽ പാരാമീറ്റേഴ്സും ഫോർമൽ പാരാമീറ്റേഴ്സും ഒരുപോലെയുള്ള ഡാറ്റ ആയിരിക്കണം. എണ്ണത്തിലും അത് രണ്ടും സെയിം ആയിരിക്കണം എന്നാണ് സി ലാംഗ്വേജിന്റെ റൂൾ. എത്ര വാല്യൂസ് വേണമെങ്കിലും ഫംഗ്ഷനിലേക്ക് കൊടുക്കാം. പക്ഷേ തിരിച്ചു വരുന്ന വാല്യൂസിന്റെ കാര്യത്തിൽ നിർബന്ധമാണ് ഒരേ ഒരു വാല്യൂ മാത്രമേ നമുക്ക് ഒരു ഫംഗ്ഷനിൽ നിന്നും റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
എവിടെയാണോ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ആ ഫംഗ്ഷൻ കോളിന്റെ സ്ഥാനത്ത് നമ്മൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക. എക്സാമ്പിളിലൂടെ അത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും. ആദ്യത്തെ എക്സാമ്പിളിലേക്ക് പോകാം. വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യാത്തൊരു ഫംഗ്ഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫംഗ്ഷന്റെ പ്രോട്ടോടൈപ്പാണ് ആദ്യത്തെ ലൈനിൽ കൊടുത്തിട്ടുള്ളത്. stdio.h ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പതിവ് പോലെ. അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. വോയിഡ് എന്ന് എഴുതിയിരിക്കുന്നത് ഈ ഫംഗ്ഷൻ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഒരു വാല്യൂ പോലും റിട്ടേൺ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് വോയിഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ഡിസ്പ്ലേ സം എന്നാണ് ഫംഗ്ഷന്റെ പേര്. 2 പാരാമീറ്റേഴ്സ് ആണ് ഈ ഫംഗ്ഷനിലേക്ക് സെൻഡ് ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്. അത് രണ്ടും ഇന്റീജർ ടൈപ്പ് ആയതുകൊണ്ട് ബ്രാക്കറ്റിനകത്ത് ഇന്റ് കോമ ഇന്റ് എന്ന് എഴുതിയിരിക്കുന്നു. വോയിഡ് മെയിൻ, ഇവിടെ ശ്രദ്ധിക്കുക, വോയിഡ് മെയിൻ എന്ന് പറയുന്നത് മെയിനും ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ഒരു വാല്യൂ റിട്ടേൺ ചെയ്യില്ലാത്തത് കൊണ്ടാണ് വോയിഡ് മെയിൻ എന്ന് എഴുതിയിരിക്കുന്നത്. 2 വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്യുന്നു. ആ 2 വേരിയബിൾസിനും ഒരു ടെസ്റ്റ് വാല്യൂസ് കൊടുത്തിരിക്കുകയാണ്. a = 20, b = 30. ഡിസ്പ്ലേ സം a, b ഇവിടെയാണ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ഡിസ്പ്ലേ സം ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഈ സമയത്ത് ഇവിടെ നിന്നും പ്രോഗ്രാമിന്റെ കൺട്രോൾ ഡിസ്പ്ലേ സം എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പോകും. അതേസമയം അതിൻ്റെ കൂടെ 2 വാല്യൂസ് കൂടി സെൻഡ് ചെയ്യും. ഒന്ന് എയും രണ്ടാമത്തേത് ബിയും. ഇവിടെ മെയിൻ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചു. ഡിസ്പ്ലേ സമ്മിനെ വിളിച്ചതിന് ശേഷം മെയിൻ പ്രോഗ്രാം അവസാനിക്കുകയാണ്. എങ്ങനെയാണ് ഡിസ്പ്ലേ സം എഴുതുന്നത് എന്ന് നോക്കാം. അതിന്റെ ഹെഡിങ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞു ഫംഗ്ഷൻ ഡിക്ലറേഷന്റെ ഹെഡിങ് റിട്ടേൺ ഡാറ്റ ടൈപ്പ് വോയിഡ്, ഫംഗ്ഷൻ നെയിം ഡിസ്പ്ലേ സം, then within brackets formal parameters int m int n. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ ശ്രദ്ധിക്കുക, ഇന്റ് കോമ ഇന്റ് എന്നാണ് എഴുതിയത്. ഫംഗ്ഷന്റെ ഹെഡിങ്ങിൽ ഇന്റ് എം ഇന്റ് എൻ. കാരണം സെൻഡ് ചെയ്യുന്ന എ വേരിയബിൾ ഡിസ്പ്ലേ സമ്മിനെ കോൾ ചെയ്യുമ്പോൾ അതിനോടൊപ്പം സെൻഡ് ചെയ്യുന്ന എ വേരിയബിളിനെ റിസീവ് ചെയ്യാനാണ് ഇവിടെ എം വേരിയബിൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ബി വേരിയബിളിനെ റിസീവ് ചെയ്യാനായിട്ട് എൻ വേരിയബിളും ഉപയോഗിക്കുന്നു. അപ്പോൾ 2 വേരിയബിളിനെ സെൻഡ് ചെയ്യുന്നു, 2 വേരിയബിൾ റിസീവ് ചെയ്യുന്നു. രണ്ടിന്റെയും ഡാറ്റ ടൈപ്പ് ശ്രദ്ധിക്കുക. എ ബി എന്ന് പറയുന്ന വേരിയബിൾസിന്റെ ഡാറ്റ ടൈപ്പ് ഇന്റ് ആണ്. എം എൻ എന്നീ വേരിയബിൾസിന്റെ ഡാറ്റ ടൈപ്സും ഇന്റ് ആണ്. ഫംഗ്ഷൻ ആരംഭിക്കുകയാണ്. ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊടുത്തു. അതിലൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇന്റ് എസ്. ഈ ഫംഗ്ഷനെ ഈ വേരിയബിളിനെ ഡിസ്പ്ലേ സമ്മിലുള്ള ഒരു ലോക്കൽ വേരിയബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇവിടെ 3 വേരിയബിൾസ് ആയി കഴിഞ്ഞു ഈ ഫംഗ്ഷനിൽ. ഒന്ന് എം എൻ, മറ്റൊന്ന് എസ്. ഈ 3 വേരിയബിൾസും ഡിസ്പ്ലേ സം എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലോക്കൽ വേരിയബിൾസ് ആണ്. ഈ ഫംഗ്ഷന്റെ പുറത്തേക്ക് ഈ വാല്യൂസിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. സ്കോപ്പ് ഓഫ് വേരിയബിൾ എന്നാണ് നമ്മൾ അതിനെ പറയുക. Scope of variables m, n and s are inside display sum. ഈ s എന്ന് പറയുന്ന വേരിയബിൾ സം കാണുന്നതിന് വേണ്ടിയിട്ടാണ് s = m + n. പ്രിന്റ് എഫ് എന്ന് പറഞ്ഞ് 3 വേരിയബിൾസിന്റെ വാല്യൂസ് ആണ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. ഒന്ന് എമ്മിന്റെ വാല്യൂ, പിന്നൊന്ന് എന്നിന്റെ വാല്യൂ, മൂന്നാമത്തേത് എസ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ. നമുക്കറിയാം ഇവിടെ വലിയ കോംപ്ലിക്കേഷനോ ലോജിക്കോ ഒന്നുമില്ലാത്ത ഒരു പ്രോഗ്രാമാണ്. ഡയറക്റ്റ് 2 വാല്യൂസിന്റെ സം കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഫംഗ്ഷന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാനാണ് ഈ പ്രോഗ്രാം തന്നിട്ടുള്ളത്. എമ്മിലും എന്നിലും ഉണ്ടാകുന്നത് എ ബി എന്നീ വേരിയബിൾസിന്റെ വാല്യൂസ് ആണെന്നറിയാം. എയിൽ 20 ആണ്, അപ്പോൾ എമ്മിലും 20 ആയിരിക്കും. ബി 30 ആണ്, എന്നിൽ 30 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എസിന്റെ വാല്യൂ 50 ആയിരിക്കും. 30 + 20 50. ആ വാല്യൂ നമ്മൾ ചെയ്യുന്നു, അതിനെ പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റ് ഓഫ് %d, 3% ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 വേരിയബിൾസും കൊടുത്തിട്ടുണ്ട്. എം എൻ എസ് ഈ 3 വാല്യൂസിനെയും പ്രിന്റ് ചെയ്യും. അതിനുശേഷം ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുകയാണ്. ഡിസ്പ്ലേ സം എന്ന് പറയുന്ന ഫംഗ്ഷനെ ക്ലോസ് ചെയ്തു. നമ്മൾ റിസൾട്ട് ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ മുഴുവൻ പ്രോഗ്രാമിലേക്ക് ഒന്നുകൂടി നമുക്ക് നോക്കാം. ഡിസ്പ്ലേ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ കാണുമ്പോൾ മെയിൻ പ്രോഗ്രാമിൽ നിന്നും കൺട്രോൾ ഫംഗ്ഷൻ ബോഡിയിലേക്ക് വരികയും
ഫംഗ്ഷൻ ബോഡിയിലുള്ള 3 സ്റ്റേറ്റ്മെന്റുകൾ റൺ ചെയ്യുകയും ചെയ്യും. അതായത് ഇന്റ് എസ്, എസ് ഈക്വൽ ടു എം പ്ലസ് എൻ, പ്രിന്റ് എഫ്. ഈ 3 സ്റ്റേറ്റ്മെന്റുകൾ റൺ ചെയ്യുകയും ഫംഗ്ഷന്റെ ക്ലോസിംഗ് ബ്രാക്കറ്റ് കാണുമ്പോൾ തിരിച്ച് ഡിസ്പ്ലേ സമ്മിലേക്ക് പോവുകയും ചെയ്യുന്നു. അതിനുശേഷം മെയിൻ പ്രോഗ്രാം അവസാനിക്കുന്നു. ഇങ്ങനെയാണ് ഈ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ നടക്കുന്നത്. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന എക്സാമ്പിൾ ആണ്. ഇവിടെ ഫംഗ്ഷന്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട്. ഫൈൻഡ് സം, ഇന്റ് റിട്ടേൺ ടൈപ്പ്, ഫൈൻഡ് സം ഫംഗ്ഷൻ നെയിം, ഇന്റ് കോമ ഇന്റ്. 2 ഇന്റിജർ വേരിയബിൾസ് ഇവിടെ ഉണ്ട്. void main opening bracket int a comma b comma s, a equal to 20, b equal to 30, s equal to find sum a comma b. ശ്രദ്ധിക്കുക, ഇതാണ് ഫംഗ്ഷൻ കോൾ. ഇവിടെ ഫൈൻഡ് സം എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുകയും നേരത്തെ ചെയ്തതുപോലെ തന്നെ എ ബി എന്നീ ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ ഫംഗ്ഷനിലേക്ക് സെൻഡ് ചെയ്യുകയും ചെയ്യും. ഇവിടെ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണെന്ന് ഫംഗ്ഷൻ റിട്ടേൺ പ്രോട്ടോടൈപ്പിൽ തന്നെ നമ്മൾ എഴുതി വച്ചിട്ടുണ്ട്. ഫൈൻഡ് സം എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എയും ബിയും പ്ലസ് ചെയ്യുകയും കിട്ടുന്ന സമ്മിനെ റിട്ടേൺ ചെയ്യുകയും ചെയ്യും. റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഫൈൻഡ് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ആ സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് എസ് ഈക്വൽ ടു 50 എന്നായിട്ട് മാറും. കാരണം 50 ആയിരിക്കും എയും ബിയും ആഡ് ചെയ്ത് തിരിച്ചു വരുന്ന വാല്യൂ. അതിനുശേഷം നമ്മൾ അതിനെ പ്രിന്റ് ചെയ്യുകയാണ് എ ബി കോമ എസ്. മെയിൻ പ്രോഗ്രാമിലാണ് ഇവിടെ പ്രിന്റിംഗ് നടക്കുന്നത്. കാരണം ഫംഗ്ഷനിൽ സം കാണുന്ന പ്രോസസ്സ് മാത്രമേ നടക്കുന്നുള്ളൂ. ഫംഗ്ഷനിൽ സം കണ്ടതിന് ശേഷം ആ സമ്മിനെ മെയിൻ പ്രോഗ്രാമിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. അതിനുശേഷം അതിനെ പ്രിന്റ് ചെയ്യുന്നു. ആ രീതിയിലാണ് ഈ പ്രോഗ്രാം എഴുതിയിട്ടുള്ളത്. ദെൻ എൻഡ് ഓഫ് ദ മെയിൻ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചു. ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത് നോക്കുക. ഇന്റ് ഫൈൻഡ് സം ഇന്റ് എം കോമ ഇന്റ് എൻ. നേരത്തെ ചെയ്തതുപോലെ തന്നെ റിട്ടേൺ ടൈപ്പിൽ മാത്രമേ മാറ്റമുള്ളൂ. ഇന്റ് ആണ് റിട്ടേൺ ടൈപ്പ്. കാരണം വോയിഡ് ആണെങ്കിൽ ഡാറ്റയൊന്നും റിട്ടേൺ ചെയ്യാൻ സാധിക്കില്ല. ഇന്റ് ആയതുകൊണ്ട് നമുക്കൊരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യാം. എന്താണ് ഫംഗ്ഷനകത്ത് എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് കൂടി ശ്രദ്ധിക്കാം. ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇതൊരു പുതിയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫംഗ്ഷനുകളിൽ മാത്രം ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. തിരിച്ചു പോകാനാണ് പറയുന്നത്. വെറുതെ തിരിച്ചു പോവുകയല്ല. റിട്ടേൺ എം പ്ലസ് എൻ. എം പ്ലസ് എൻ എന്ന് പറയുന്ന വാല്യൂ തിരിച്ച് കൊണ്ടുപോവുക, തിരിച്ചു വിടുക എന്നാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഫംഗ്ഷനിൽ നിന്ന് അപ്പോൾ തന്നെ മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു പോകും. അതായത് മെയിൻ പ്രോഗ്രാമിൽ നിന്നാണ് ഈ ഫംഗ്ഷനെ വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു പോകും. വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ മറ്റേതെങ്കിലും ഫംഗ്ഷനിൽ നിന്നാണ് വിളിച്ചതെങ്കിൽ അവിടേക്കായിരിക്കും തിരിച്ചു പോവുക. എവിടെ നിന്നാണോ വിളിച്ചിട്ടുള്ളത് അവിടേക്ക് തിരിച്ചു പോകും. നമ്മളുടെ മെയിൻ പ്രോഗ്രാമിൽ എസ് ഈക്വൽ ടു ഫൈൻഡ് സം എന്ന പോയിന്റിൽ നിന്നാണ് ഫംഗ്ഷനെ വിളിച്ചിട്ടുള്ളതെങ്കിൽ റിട്ടേൺ എം പ്ലസ് എൻ എന്ന് പറയുമ്പോൾ 50 എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് മെയിൻ പ്രോഗ്രാമിലെ ഫൈൻഡ് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ കോളിന്റെ ആ പൊസിഷനിലേക്കായിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എസ് ഈക്വൽ ടു 50 എന്നായിട്ട് മാറും പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ എസിലേക്ക് 50 സ്റ്റോർ ചെയ്യുകയും ആ 50യെ തൊട്ടടുത്തുള്ള പ്രിന്റ് സ്റ്റേറ്റ്മെന്റിൽ പ്രിന്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ ഫംഗ്ഷൻ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. ഇവിടെ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്ന രീതിയിലാണ് ഫംഗ്ഷൻ എഴുതിയിട്ടുള്ളത്. ആദ്യത്തെ എക്സാമ്പിളിൽ റിട്ടേൺ ചെയ്യാത്ത ഒരു ഫംഗ്ഷന്റെ പ്രോഗ്രാമാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇവിടെ ഇതേ പ്രോഗ്രാം തന്നെ, ഇപ്പോൾ കാണിച്ച ഈ പ്രോഗ്രാം തന്നെ മറ്റൊരു രീതിയിൽ കൂടി എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്. അതേ പ്രോഗ്രാം തന്നെയാണ്, ചെറിയൊരു മാറ്റമേ വരുത്തിയിട്ടുള്ളൂ. ഇതാണ് ഇവിടുത്തെ ചേഞ്ച്. ശ്രദ്ധിക്കുക, ഇവിടെ എസ് എന്ന് പറയുന്ന വേരിയബിൾ ഒന്നും കൊടുത്തിട്ടില്ല. പ്രിന്റ് ഓഫ് ഫംഗ്ഷനകത്ത് തന്നെ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ്. ഇങ്ങനെയും നമുക്ക് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഈ ഒരു ഉദാഹരണം തന്നിട്ടുള്ളത്. പ്രിന്റ് ഓഫ് %d കോമ എ കോമ ബി കോമ ഫൈൻഡ് സം എ കോമ ബി. ഇവിടെ പ്രിന്റ് ഓഫ് ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്നാണ് മറ്റൊരു ഫംഗ്ഷനെ വിളിക്കുന്നത്. ഫൈൻഡ് സം എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കുകയും ആ ഫൈൻഡ് സം ഫംഗ്ഷനിൽ ചെന്ന് എ ബി വാല്യൂസ് എമ്മിലേക്കും എന്നിലേക്കും കൊടുക്കുകയും റിട്ടേൺ എം പ്ലസ് എൻ എന്ന് പറയുമ്പോൾ
20 പ്ലസ് 30 എന്ന് പറയുന്ന കാൽക്കുലേഷൻ നടത്തി തിരിച്ച് ആൻസർ ഇങ്ങോട്ട് വിടുകയും ചെയ്യും. ആ തിരിച്ചു വരുന്ന വാല്യൂ എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫൈൻഡ് സം എ കോമ ബി, റെഡ് കളർ കൊടുത്തിട്ടുള്ള ഫൈൻഡ് സം എ കോമ ബി എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് റൺ ടൈമിൽ എ ബി എന്നീ വേരിയബിൾസിന്റെ വാല്യൂസും 50 എന്ന് പറയുന്ന ആൻസറുമായിരിക്കും പ്രിന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ കോൾ ചെയ്യാം. അതിന്റെ റിട്ടേൺ ടൈപ്പും മറ്റു കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിക്കണം. കൃത്യമായിട്ടാണെങ്കിൽ മാത്രമേ ഇതൊക്കെ ആൻസർ കിട്ടുകയുള്ളൂ എന്ന് മാത്രം. ഇത് അതിനുകൂടിയുള്ള ഒരു എക്സാമ്പിൾ ആണ്. അടുത്തത് സ്കോപ്പ് റൂൾ ഓഫ് എ ഫംഗ്ഷൻ. എന്താണ് സ്കോപ്പ് റൂൾ? സ്കോപ്പ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനിലുള്ള വേരിയബിൾസിന്റെ എത്ര സ്ഥലത്ത്, എത്ര ഏരിയയിൽ നമുക്കത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. എവിടെയൊക്കെ ഓരോ വേരിയബിളിനെയും ഉപയോഗിക്കാം. സാധാരണ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്, ഒരു വേരിയബിളിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ലോക്കൽ ടു ദാറ്റ് ഫംഗ്ഷൻ ആണ്. ലോക്കൽ ടു ദാറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ ഏത് ഫംഗ്ഷനിലാണോ ഒരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആ ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രമേ ആ വേരിയബിളിനെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ്. ഫോർമൽ പാരാമീറ്റേഴ്സ് ആയിട്ട് വരുന്ന വേരിയബിൾസിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ലോക്കൽ ആയിരിക്കും. അതുപോലെ ഫംഗ്ഷന്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യുന്ന വേരിയബിൾസും ലോക്കൽ വേരിയബിൾസ് ആയിരിക്കും. ഫോർമൽ പാരാമീറ്റേഴ്സ് ലോക്കൽ വേരിയബിൾസ് ആണ്. ഫംഗ്ഷന്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യുന്ന മറ്റു വേരിയബിൾസും ലോക്കൽ വേരിയബിൾസ് ആണ്. ഇതുകൂടാതെ ഗ്ലോബൽ വേരിയബിൾസ്, അതായത് ഫംഗ്ഷന്റെ മുകളിൽ, മെയിൻ പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ എല്ലാ ഫംഗ്ഷൻസിന്റെയും മുകളിലായിട്ട് ഡിഫൈൻ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഗ്ലോബൽ വേരിയബിൾസ് എല്ലാ ഫംഗ്ഷനുകളിലും നമുക്ക് ആക്സസ് ചെയ്യാം. ഏത് ഫംഗ്ഷനിൽ വെച്ച് വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും അത് ആ ഗ്ലോബൽ വേരിയബിളിന്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യും. അതാണ് ഗ്ലോബൽ വേരിയബിളിന്റെ പ്രത്യേകത. ഗ്ലോബൽ വേരിയബിൾസ് മോഡുലാർ പ്രോഗ്രാമിംഗിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നല്ല. ആക്ച്വൽ പാരാമീറ്ററിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇത് പോയിന്റർ വേരിയബിളായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടി വരും. സാധാരണഗതിയിൽ ആക്ച്വൽ പാരാമീറ്റർ ഫോർമൽ പാരാമീറ്ററിലേക്ക് ചെല്ലുന്നു. ഫോർമൽ പാരാമീറ്ററിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാലും ആക്ച്വൽ പാരാമീറ്ററിനെ അത് ബാധിക്കുന്നില്ല. അങ്ങനെ ബാധിക്കണം അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണം, ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് മറ്റൊരു പ്രോഗ്രാമിലെ മറ്റൊരു ഫംഗ്ഷനിലെ വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് വേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് മസ്റ്റ് ബി ഡിഫൈൻഡ് ആസ് പോയിന്റർ വേരിയബിൾ. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കാണും, എങ്ങനെയാണ് അത് വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് എന്ന്. സാധാരണയായി കൊടുക്കുന്ന ഫംഗ്ഷനുകളിൽ ഫോർമൽ പാരാമീറ്ററിൽ മാറ്റങ്ങൾ വന്നാലും ആക്ച്വൽ പാരാമീറ്ററിൽ മാറ്റം വരില്ല. കാരണം ഫോർമൽ പാരാമീറ്റർ ഈസ് എ ലോക്കൽ വേരിയബിൾ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. റിട്ടേൺ ടൈപ്പ് ഓഫ് എ ഫംഗ്ഷൻ ഓൾറെഡി നമ്മൾ പല തവണ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൽ എന്തൊക്കെയാണ് പോയിന്റ്സ് എന്ന് പറയാൻ വേണ്ടി അത് ഇവിടെ കൊടുക്കുന്നു എന്ന് മാത്രം. Only one value can be returned from a function. A data type of a return value must be mentioned in the function prototype and function heading. If there is no return value, return type is void. ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. റിട്ടേൺ വാല്യൂ ഇല്ലെങ്കിൽ അതിനെ void ആയിട്ട് ഡിഫൈൻ ചെയ്യണം. In some compilers, return type is int. നമ്മളൊന്നും കൊടുക്കാതെ നമുക്ക് എഴുതാം. അത് ഡിഫോൾട്ട് ആയിട്ട് int ഡാറ്റ ടൈപ്പ് ആയിട്ട് എടുക്കും. പക്ഷെ നമ്മളത് കൊടുക്കുന്നതാണ് നല്ലത്. ആ രീതിയിലുള്ള പ്രോഗ്രാംസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. കോൾ ബൈ വാല്യൂ ഫംഗ്ഷൻ. എന്താണ് കോൾ ബൈ വാല്യൂ? When values are passed to function during a function call, it is called call by value. നമ്മൾ നേരത്തെ പറഞ്ഞ 3 എക്സാമ്പിളിലും വാല്യൂസ് പാസ് ചെയ്തിരുന്നു. അതെല്ലാം തന്നെ കോൾ ബൈ വാല്യൂ ആണ്. കാരണം പാസ് ചെയ്യുന്നത് വാല്യൂ ആയതുകൊണ്ട്, അത് വേരിയബിൾ ആയിക്കോട്ടെ കോൺസ്റ്റന്റ് ആയിക്കോട്ടെ, വാല്യൂ ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് കോൾ ബൈ വാല്യൂ ഫംഗ്ഷൻ. These values are stored in the parameters defined in the function heading. അതായത് ഫോർമൽ പാരാമീറ്റേഴ്സ്. ഫോർമൽ പാരാമീറ്റേഴ്സിലാണ് ഈ വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ the change of values inside the function will not affect the values in calling function. Call by value മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ
ഫോർമൽ പാരാമീറ്റേഴ്സിന് എന്ത് മാറ്റം വരുത്തിയാലും അതൊന്നും ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കോൾ ബൈ വാല്യൂ ഫംഗ്ഷൻസിന്റെ പ്രത്യേകതകളാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ നേരത്തെ കാണിച്ച 3 എക്സാമ്പിളും കോൾ ബൈ വാല്യൂ ഫംഗ്ഷൻസ് ആണ്. സ്കോപ്പ് ഓഫ് വാല്യൂസ് റിസീവ്ഡ് ഇൻ ഫംഗ്ഷൻ ഈസ് പ്രൈവറ്റ് ടു ദാറ്റ് ഫംഗ്ഷൻ. പ്രൈവറ്റ് എന്ന് പറയുന്നത് ലോക്കൽ എന്ന് തന്നെയാണ്. ലോക്കൽ വേരിയബിൾ, പ്രൈവറ്റ് വേരിയബിൾ എന്നൊക്കെ പറയാറുണ്ട്. സ്കോപ്പ് ഓഫ് വാല്യൂസ്, ഫോർമൽ പാരാമീറ്റേഴ്സിന്റെ സ്കോപ്പ് പ്രൈവറ്റ് ആണ്. പ്രൈവറ്റ് ടു ദാറ്റ് ഫംഗ്ഷൻ. എനി നമ്പർ ഓഫ് വാല്യൂസ് ക്യാൻ ബി പാസ്ഡ് ടു എ ഫംഗ്ഷൻ. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കോൾ ബൈ വാല്യൂ ഫംഗ്ഷൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത്രയും പോയിന്റ്സ് എഴുതേണ്ടതായിട്ടുണ്ട്. എക്സാമ്പിൾ കോൾ ബൈ വാല്യൂ നേരത്തെ 2 എക്സാമ്പിൾ കണ്ടതാണ്. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഈ ഫംഗ്ഷൻ നേരത്തെ എഴുതിയ ഫംഗ്ഷനോട് സാമ്യമുണ്ട്, പ്രോഗ്രാമിനോട് സാമ്യമുണ്ട്. അതുകൊണ്ടാണ് പ്രോഗ്രാം മുഴുവനായിട്ട് കാണിച്ചത്. ഈ മുഴുവൻ പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് 1-2 ചേഞ്ചസ് വരുത്തിയത് ഒന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഇവിടെ എ ബി എന്ന് പറയുന്ന ആ വാല്യൂസിനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഡിസ്പ്ലേ ഫംഗ്ഷൻ വിളിക്കുന്നതിന് മുമ്പ് ഒരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. എ കോമ ബി പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എയുടെ വാല്യൂ 20, ബിയുടെ വാല്യൂ 30 ആണ്. അത് രണ്ടും നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. അതിനുശേഷമാണ് ഡിസ്പ്ലേ എ കോമ ബി എന്ന് എഴുതിയിട്ടുള്ളത്. ഡിസ്പ്ലേ ഫംഗ്ഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എം എൻ എന്നീ ലോക്കൽ വേരിയബിൾസ് ആയിട്ടാണ് ഫോർമൽ പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. എം എന്ന് പറയുന്ന വേരിയബിളിനെ 55 ആക്കി മാറ്റിയിട്ടുണ്ട്. എവിടെയാണ് മാറ്റുന്നത്? ഡിസ്പ്ലേ ഫംഗ്ഷനകത്ത്. എം ഈക്വൽ ടു 55. അതിനുശേഷം അതിനകത്ത് മറ്റൊരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു. എം ഈക്വൽ ടു എൻ ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ് എം എൻ വാല്യൂസ് പ്രിന്റ് ചെയ്യാൻ. ഈ പ്രോഗ്രാമിൽ നേരത്തെ പറഞ്ഞ സ്കോപ്പ് റൂൾ അനുസരിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഫംഗ്ഷനകത്തുള്ള പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് റൺ ചെയ്യുമ്പോൾ എം എൻ എന്ന് പറയുന്നതിൽ എം 55ഉം എൻ 30ഉമായിരിക്കും. കാരണം എന്നിലേക്ക് കിട്ടുന്ന വാല്യൂവിനെ ഫംഗ്ഷനകത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തുന്നില്ല. കിട്ടിയിരിക്കുന്ന വാല്യൂ ബി ആണ്, ബിയുടെ വാല്യൂ 30 ആണ്. അപ്പൊ എം എൻ എന്ന് പ്രിന്റ് ചെയ്യാൻ പറയുന്നിടത്ത് 55 30 എന്ന് പ്രിന്റ് ചെയ്യുകയും ഇതിന്റെ റിസൾട്ട് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് മെയിൻ പ്രോഗ്രാമിലാണ്. ആ മെയിൻ പ്രോഗ്രാമിലെ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്, മെയിൻ പ്രോഗ്രാമിലെ ആദ്യത്തെ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിന്റെ റിസൾട്ടായിട്ട് എ ഈക്വൽ ടു 20, ബി ഈക്വൽ ടു 30, എ ഈക്വൽ ടു 20, ബി ഈക്വൽ ടു 30 എന്ന് പ്രിന്റ് ചെയ്യും. ഡിസ്പ്ലേ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുന്നു. ഡിസ്പ്ലേ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ കൺട്രോൾ താഴേക്ക് വരികയും ഇവിടുത്തെ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുകയും ചെയ്യും. ഈ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിന്റെ റിസൾട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എം ഈക്വൽ ടു 55, എൻ ഈക്വൽ ടു 30. അതിനുശേഷം തിരിച്ച് ഈ ഫംഗ്ഷനിൽ നിന്നും കോൾ ചെയ്ത് അതേ പോയിന്റിലേക്ക് വരും. അതിനുശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി വർക്ക് ചെയ്യും. പ്രിന്റ് ഓഫ് എ ഈക്വൽ ടു ബി ഈക്വൽ ടു എ കോമ ബി. ഇവിടെ നോക്കുക, ഇവിടെ 20 30 തന്നെയാണ് റിസൾട്ട്. അപ്പോൾ എ എന്ന് പറയുന്ന വേരിയബിളിനെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുകയും ഫംഗ്ഷനകത്ത് തന്നെ അതിന്റെ വാല്യൂ മാറ്റുകയും ചെയ്തെങ്കിൽ പോലും മെയിൻ പ്രോഗ്രാമിൽ എ ബി എന്നീ വേരിയബിൾസിന്റെ വാല്യൂസിന് ഒരു മാറ്റവും വരുന്നില്ല. കാരണം നമ്മുടെ ഔട്ട്പുട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം, എ ഈക്വൽ ടു 20, ബി ഈക്വൽ ടു 30 തന്നെയാണ്. ഇങ്ങനെ ഫംഗ്ഷൻ റൺ ചെയ്ത് കഴിഞ്ഞാലും മെയിൻ പ്രോഗ്രാമിൽ എ ബി വേരിയബിൾസിന് കൊടുത്തിട്ടുള്ള വാല്യൂസിന് ഒരു മാറ്റവും വരുന്നില്ല. ഇതാണ് കോൾ ബൈ വാല്യൂ ഫംഗ്ഷൻസിന്റെ പ്രത്യേകത. കോൾ ബൈ വാല്യൂ ഫംഗ്ഷൻസിൽ മെയിൻ പ്രോഗ്രാമിലുള്ള വാല്യൂ ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. കോൾ ബൈ റെഫറൻസ് ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കോൾ ബൈ റെഫറൻസിൽ വാല്യൂ അല്ല പാസ് ചെയ്യുന്നത്, പകരം ഈ വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സാണ്. മെമ്മറിയിൽ ഓരോ വാല്യൂസും ഓരോ അഡ്രസ്സിലാണ് സ്റ്റോർ ചെയ്യുന്നത്. വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സിനെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നതിനെയാണ് കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വൽ വാല്യൂ അല്ല ഫംഗ്ഷനിലേക്ക് പോകുന്നത്, പകരം ആ വാല്യൂവിന്റെ മെമ്മറി അഡ്രസ്സാണ്. മെമ്മറി അഡ്രസ്സിനെ റിസീവ് ചെയ്യണമെങ്കിൽ ഒരു വാല്യൂ അഡ്രസ്സിനെ സെൻഡ് ചെയ്യുമ്പോൾ അതിനെ റിസീവ് ചെയ്യാൻ ഫോർമൽ പാരാമീറ്റേഴ്സ് വേണം.
ആ ഫോർമൽ പാരാമീറ്റേഴ്സ് അഡ്രസ് വേരിയബിൾസ് ആയിരിക്കണം. അഡ്രസ് വേരിയബിൾസ് ഹോൾഡ് ചെയ്യുന്നത് പോയിന്റേഴ്സിലാണ്. ഒരു അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യണമെങ്കിൽ പോയിന്റർ ഡിഫൈൻ ചെയ്യണം. എങ്ങനെയാണ് പോയിന്റർ ഡിഫൈൻ ചെയ്യുന്നതെന്ന് നമ്മൾ ഇത് കഴിയുമ്പോൾ തന്നെ നോക്കുന്നുണ്ട്. Any changes to the parameter values inside the function will also change the values in the calling function. അതായത് അഡ്രസ് ആയതുകൊണ്ട് തന്നെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ എന്ത് മാറ്റം വരുത്തി കഴിഞ്ഞാലും അത് ഈ ഫംഗ്ഷനെ കോൾ ചെയ്ത ഫംഗ്ഷനിലും റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. ഇതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസിന്റെ ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. നേരത്തെയുള്ള കേസിൽ, അതായത് കോൾ ബൈ വാല്യൂവിൽ ഫംഗ്ഷനകത്ത് വെച്ച് വരുത്തുന്ന മാറ്റങ്ങൾ മെയിൻ പ്രോഗ്രാമിൽ റിഫ്ലക്റ്റ് ചെയ്യുകയില്ല. പക്ഷെ ഇവിടെ അഡ്രസ് പാസ് ചെയ്യുന്നത് കൊണ്ട് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ എന്ത് മാറ്റം വേരിയബിളിന് വരുത്തി കഴിഞ്ഞാലും അത് നമ്മുടെ മെയിൻ പ്രോഗ്രാമിലെ വേരിയബിളിന്റെ വാല്യൂവിലും റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അഡ്രസ് ആൻഡ് വാല്യൂസ് ക്യാൻ ബി മിക്സ്ഡ് ഇൻ ഫംഗ്ഷൻ കോൾസ്. അതായത് ഒരു ഫംഗ്ഷനെ വിളിക്കുമ്പോൾ വേണമെങ്കിൽ ഒരു വേരിയബിളിന്റെ അഡ്രസ്സിനെ പാസ് ചെയ്യാം, മറ്റൊരു വേരിയബിളിന്റെ വാല്യൂ പാസ് ചെയ്യാം. കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ് കമ്പൈൻ ചെയ്യാം എന്നാണ് ഇവിടെ ഈ പറഞ്ഞതിന്റെ അർത്ഥം. കോൾ ബൈ റെഫറൻസിന് ഒരു എക്സാമ്പിൾ പറയാം. പോയിന്റർ നമ്മൾ പഠിച്ചിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകും, അല്ലാത്തവർക്ക് അടുത്ത സെഷനിൽ തന്നെ, അടുത്ത സ്ലൈഡുകളിൽ തന്നെ നമ്മൾ പോയിന്ററിനെ കുറിച്ച് കൂടി പഠിപ്പിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചതിന് ശേഷം ഈ പ്രോഗ്രാം കണ്ടാൽ കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും. പ്രോട്ടോടൈപ്പ് ശ്രദ്ധിക്കുക. വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തന്നെ റിട്ടേൺ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഡിസ്പ്ലേ വിത്തിൻ ബ്രാക്കറ്റ്സ് ഇൻഡ് സ്റ്റാർ. പോയിന്റർ വേരിയബിളിന്റെ പ്രോട്ടോടൈപ്പിൽ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇന്റിജർ ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ട്, ഇന്റിജർ പോയിന്റർ ആയതുകൊണ്ട് ഇൻഡ് സ്റ്റാർ, ഫ്ലോട്ട് പോയിന്റർ ആണെങ്കിൽ ഫ്ലോട്ട് സ്റ്റാർ, ക്യാരക്ടർ പോയിന്റർ ആണെങ്കിൽ ക്യാരക്ടർ CHAR സ്റ്റാർ എന്നിങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്. കോമ ഇൻഡ്. രണ്ടാമത്തേത് നേരത്തെ ചെയ്തതുപോലെ പോയിന്റർ അല്ല, കോൾ ബൈ വാല്യൂ ആണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു അഡ്രസ്സും ഒരു വാല്യൂ പാസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഡിസ്പ്ലേ. ദെൻ മെയിൻ പ്രോഗ്രാം. അതിൽ പതിവ് പോലെ രണ്ട് വേരിയബിൾസ് തന്നെ നമ്മൾ കൊടുത്തു. A = 20, B = 30. അതിനെ പ്രിന്റ് ചെയ്യുകയാണ്. 20, 30 പ്രിന്റ് ചെയ്യുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഡിസ്പ്ലേ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഡിസ്പ്ലേ &A, B. &A represents the address of variable A. വേരിയബിൾ എയുടെ അഡ്രസ്സിനെയാണ് പാസ് ചെയ്യുന്നത്. B എന്നാണ് എഴുതിയിട്ടുള്ളത്, അവിടെ വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തേത് &A അഡ്രസ് പാസ് ചെയ്യും, B വാല്യൂ പാസ് ചെയ്യും, ഫംഗ്ഷനിൽ പോയി അത് വർക്ക് ചെയ്യും. അതിനുശേഷം വീണ്ടും ഒരു പ്രിന്റ്എഫ് കൂടി കൊടുത്തിരിക്കുകയാണ്, A, B. മെയിൻ പ്രോഗ്രാം ഇവിടെ ക്ലോസ് ചെയ്ത് എന്താണ് വ്യത്യാസമെന്ന് നോക്കാം. തൊട്ട് മുമ്പ് എഴുതിയിരിക്കുന്ന അതേ പ്രോഗ്രാം തന്നെ ഒരെണ്ണം കോൾ ബൈ റെഫറൻസ് ആക്കി എന്ന് മാത്രം. ഇവിടെ ഫംഗ്ഷൻ ഹെഡിങ്ങിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. വോയിഡ് ഡിസ്പ്ലേ ഇൻഡ് സ്റ്റാർ M. പ്രോട്ടോടൈപ്പിൽ എഴുതിയതുപോലെ ഒരു സ്റ്റാർ സിമ്പിൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് M ഈസ് എ പോയിന്റർ വേരിയബിൾ. M ഒരു പോയിന്റർ വേരിയബിൾ ആണ്. പോയിന്റർ വേരിയബിളിന് മാത്രമേ ഒരു അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമത്തേത് ഒരു ഓർഡിനറി വേരിയബിൾ ആണ്, ഇൻഡ് N. അത് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റിൽ എഴുതിയിരിക്കുന്നത് സ്റ്റാർ M = 55. ഇവിടെ സ്റ്റാർ ഓപ്പറേറ്റർ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടന്റ് ഓഫ് എന്നുള്ള അർത്ഥത്തിലാണ്. കണ്ടന്റ് ഓഫ് M = 55. അതായത് M എന്ന് പറയുന്ന അഡ്രസ്സിലുള്ള വാല്യൂ 55 ആക്കി മാറ്റാനാണ് കമ്പൈലറിനോട് പറയുന്നത്. ദെൻ N = 33. എന്നിനെയും ഇവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പ്രിന്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും പ്രിന്റ് ചെയ്യുന്നത് എമ്മിന്റെ വാല്യൂ 55ഉം എന്നിന്റെ വാല്യൂ 33ഉമായിരിക്കും. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഫംഗ്ഷൻ അവസാനിപ്പിക്കുകയാണ്. തിരിച്ച് മെയിൻ പ്രോഗ്രാമിലേക്ക് പോകുന്നു. മെയിൻ പ്രോഗ്രാമിൽ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിലേക്കാണ് വരുന്നത്. അവിടെ വരുമ്പോൾ നമുക്ക് നേരത്തെ പഠിച്ച തിയറി അനുസരിച്ച് A അഡ്രസ്സാണ് ഇങ്ങോട്ട് പാസ് ചെയ്തത്. അതുകൊണ്ട് എയുടെ വാല്യൂവിൽ ഇവിടെ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. കണ്ടന്റ് ഓഫ് M = 55 എന്നാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ A എന്ന് പറയുന്ന വേരിയബിൾ പ്രിന്റ് ചെയ്യുമ്പോൾ 55 ആയിരിക്കും പ്രിന്റ് ചെയ്യുക. B എന്ന് പറയുന്ന വേരിയബിൾ കോൾ ബൈ വാല്യൂ ആയതുകൊണ്ട് ഈ 33 എന്ന് പറയുന്ന ചേഞ്ച് ഈ മെയിൻ പ്രോഗ്രാമിൽ റിഫ്ലക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് B എന്ന് പറയുന്നത് 30 ആയിട്ട് തന്നെയായിരിക്കും പ്രിന്റ് ചെയ്യുക.
ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. A = 20, B = 30. അത് ആദ്യത്തെ മെയിൻ പ്രോഗ്രാമിലെ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. പിന്നീട് വരുന്നത് M = 55, N = 33. ഇത് ഫംഗ്ഷനകത്തുള്ള പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം തിരിച്ചു പോയിട്ടാണ് മൂന്നാമത്തെ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുക മെയിൻ പ്രോഗ്രാമിലെ A = 55, B = 30. ഈ ഔട്ട്പുട്ടും ഈ പ്രോഗ്രാമും തൊട്ട് മുമ്പുള്ള പ്രോഗ്രാമും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസിന്റെ വ്യത്യാസം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ എക്സാമ്പിൾ സഹിതം എഴുതി വിശദീകരിക്കേണ്ടതായിട്ട് വരും. പോയിന്റേഴ്സ് എന്താണെന്ന് ഒന്ന് പറയാം. ഒരു അഡ്രസ്സിനെയാണ് പോയിന്റർ എന്ന് പറയുന്നത്. ഒരു ഡാറ്റ ഐറ്റം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അതിന് ഒരു അഡ്രസ് ഉപയോഗിക്കും. ആ അഡ്രസ്സിനെയാണ് പോയിന്റർ എന്ന് പറയുന്നത്. അതൊരു ന്യൂമറിക് വാല്യൂ ആണ്. ഒരു മെമ്മറി അഡ്രസ്സും ന്യൂമറിക് വാല്യൂ ആണ്. അഡ്രസ് ഓഫ് എ വേരിയബിൾ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ആംപർസാൻഡ് ഓപ്പറേറ്റർ. ആംപർസാൻഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഒരു വേരിയബിളിന്റെ അഡ്രസ്സിനെ പ്രോഗ്രാമിൽ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. കണ്ടന്റ് ഓഫ് എ പോയിന്റർ ഈസ് ഒബ്റ്റൈൻഡ് ബൈ സ്റ്റാർ ഓപ്പറേറ്റർ. സ്റ്റാർ ആസ്റ്ററിസ്ക് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആണ്. ആസ്റ്ററിസ്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു വേരിയബിളിന്റെ അഡ്രസ് വേരിയബിളിന്റെ കണ്ടന്റിനെ എടുക്കുന്നത്. കണ്ടന്റ് ആക്സസ് ചെയ്യണമെങ്കിൽ ആസ്റ്ററിസ്ക് ഓപ്പറേറ്ററും സ്റ്റാർ ഓപ്പറേറ്ററും, അഡ്രസ് എടുക്കണമെങ്കിൽ ആംപർസാൻഡ് ഓപ്പറേറ്ററുമാണ് ഉപയോഗിക്കുന്നത്. ഈ രണ്ട് ഓപ്പറേറ്റേഴ്സും പോയിന്റർ പ്രോഗ്രാമിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പുതിയ രണ്ട് ഓപ്പറേറ്റേഴ്സ് ആണ് സി ലാംഗ്വേജിലെ. പോയിന്റർ നൊട്ടേഷൻ ഇവിടെ ഈ എക്സാമ്പിളിലൂടെ തന്നെ ഇത് വിശദീകരിക്കാം. ഇന്റ് കൗണ്ട് = 0 അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നു. 100 എന്ന് പറയുന്ന വാല്യൂ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നു. 2 ബൈറ്റ്സ് മെമ്മറി സ്പേസ് എടുക്കും. ചില കമ്പൈലറുകളിൽ അത് 4 ബൈറ്റ്സ് ആയിരിക്കും എടുക്കുക. അതിന്റെ വേരിയബിൾ നെയിം കൗണ്ട്. അതിന്റെ അഡ്രസ് ഒരു സാമ്പിൾ അഡ്രസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. 65524 എന്നാണ് അഡ്രസ്. ഒരു 8 ബിറ്റിനും ഒരു അഡ്രസ് വീതമാണ് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ 2 ബൈറ്റ് ഉള്ളത് കൊണ്ട് 100 എന്ന് പറയുന്ന വാല്യൂ ഈ 2 അഡ്രസ്സിലായിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ആദ്യത്തെ 8 ബിറ്റ് ആദ്യത്തെ സെല്ലിലും രണ്ടാമത്തെ 8 ബിറ്റ് രണ്ടാമത്തെ സെല്ലിലും. അപ്പോൾ 2 ബൈറ്റ്സ് ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാസ് ആണെങ്കിൽ 2 അടുത്തടുത്തുള്ള ലൊക്കേഷനിലായിട്ടായിരിക്കും ഈ നമ്പറിന്റെ ബൈനറി കോഡ് സ്റ്റോർ ചെയ്യുന്നത്. 100 എന്ന് പറയുന്ന ഇൻറ്റിജർ വാല്യൂ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് ബൈനറി ആയിട്ടാണെന്ന് നിങ്ങൾക്കറിയാം. ആ ബൈനറി വാല്യൂസ് 16 ബിറ്റ്സിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 16 ബിറ്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി 2 ബൈറ്റ് വേണമെന്ന് നമുക്കറിയാം. 4 ബൈറ്റ്സ് എടുക്കുന്ന കമ്പ്യൂട്ടറുകളിൽ കമ്പൈലറുകളിൽ അത് 32 ബിറ്റ്സിലായിരിക്കും ഓരോ ഇൻറ്റിജറിനെയും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ 4 അഡ്രസ്സുകൾ ഉണ്ടായിരിക്കും ആ വേരിയബിളിന്. ഇവിടെ 2 അഡ്രസ്സാണ് ഈ ഒരു കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിന് വേണ്ടി റിസർവ് ചെയ്ത് വെക്കുന്നത്. അതിന് അഡ്രസ് ഓഫ് കൗണ്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ആദ്യത്തെ അഡ്രസ്സ് മാത്രമായിരിക്കും. ആംപർസാൻഡ് കൗണ്ട് എന്ന് പറയുന്നത് ആദ്യത്തെ അഡ്രസ്സാണ്. എപ്പോഴും സ്റ്റാർട്ടിങ് അഡ്രസ്സാണ് നമ്മൾ പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കുക. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം 2 ബൈറ്റ്സ് ആണ് സ്റ്റാർട്ടിങ് അഡ്രസ്സ് മുതൽ അടുത്ത 2 ബൈറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഫ്ലോട്ട് സാലറി 1000 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് മെമ്മറിയിൽ 4 ബൈറ്റ്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ മെമ്മറി അഡ്രസ്സ് ഒരു ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് 65526272829. അങ്ങനെ 4 ബൈറ്റ് ആയിട്ടാണ് 4 വ്യത്യസ്ത സെല്ലുകളിലായിട്ടാണ് ഇവിടെ 1000 സ്റ്റോർ ചെയ്യുന്നത്. 4നും 4 അഡ്രസ് ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ആംപർസാൻഡ് സാലറി എന്ന് പറയുമ്പോൾ ആദ്യത്തെ അഡ്രസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ആദ്യത്തെ അഡ്രസ് മുതൽ ഫ്ലോട്ട് വേരിയബിൾ ആയതുകൊണ്ട് അടുത്ത 4 ബൈറ്റ് ആയിരിക്കും പ്രോഗ്രാമിൽ നമുക്ക് ലഭ്യമാകുക. അപ്പോൾ പോയിന്റർ നൊട്ടേഷൻ എങ്ങനെയാണ് ഒരു പോയിന്റർ എന്നും എങ്ങനെയാണ് അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതെന്നും അതിൻ്റെ അഡ്രസ്സ് എന്തൊക്കെയായിരിക്കുമെന്നും ഈ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ 65524 എന്നുള്ളത് ഒരു സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നു എന്ന് മാത്രം. ചിലപ്പോൾ മറ്റേതെങ്കിലും ലൊക്കേഷനിലായിരിക്കും ഈ ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നത്. നമ്മളൊരു ഉദാഹരണമായിട്ട് ഇതിവിടെ പറഞ്ഞു എന്ന് മാത്രം. പോയിന്റർ നൊട്ടേഷൻ ആംപർസാൻഡ്
അഡ്രസ് ഓഫ് വേരിയബിൾ, സ്റ്റാർ കണ്ടന്റ് ഓഫ് വേരിയബിൾ. ഈ സ്റ്റാർ ഓപ്പറേറ്റർ, ആസ്റ്ററിസ്ക് ഓപ്പറേറ്റർ ഒരു പോയിന്റർ വേരിയബിളിനെ ഡിഫൈൻ ചെയ്യാൻ കൂടി ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിളിലൂടെ അത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഈ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത് മെയിൻ പ്രോഗ്രാം എഴുതി ഇന്റ് കൗണ്ട് കോമ സ്റ്റാർ പി. കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഓർഡിനറി ഇൻറ്റിജർ വേരിയബിളും സ്റ്റാർ പി എന്ന് പറയുന്നത് ഒരു പോയിന്റർ വേരിയബിളുമാണ്. കൗണ്ടിൽ നമുക്ക് ന്യൂമറിക് വാല്യൂസിനെ നേരിട്ട് സ്റ്റോർ ചെയ്യാം, പക്ഷേ പിയിൽ നമുക്ക് ന്യൂമറിക് വാല്യൂസിനെ നേരിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. പിയിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത് ഏതെങ്കിലും ഇൻറ്റീജർ വേരിയബിളിന്റെ അഡ്രസ്സിനെ ആയിരിക്കും. കൗണ്ട് ഈക്വൽ ടു 100, പി ഈക്വൽ ടു ആംപർസാൻഡ് കൗണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ വ്യത്യാസം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. കൗണ്ട് ഈക്വൽ ടു 100 എന്ന് പറയുന്ന വാല്യൂവിനെ കൗണ്ടിലേക്ക് സ്റ്റോർ ചെയ്തു. നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള ഒരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പി ഈക്വൽ ടു ആംപർസാൻഡ് കൗണ്ട് മറ്റൊരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കൗണ്ട് വേരിയബിളിന്റെ അഡ്രസ്സിനെ പിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ഏത് മെമ്മറി ലൊക്കേഷനിലാണോ കൗണ്ട് എന്ന് പറയുന്ന വേരിയബിൾ റിസർവ് ചെയ്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിന്റെ അഡ്രസ്സിനെ പിയിലേക്ക് സ്റ്റോർ ചെയ്യും. പ്രിന്റ് ഓഫ് വാല്യൂ ഓഫ് കൗണ്ട് ഈസ് കൗണ്ട്. ഇവിടെ കൗണ്ടിനെ പ്രിന്റ് ചെയ്യും. 100 ആയിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. വാല്യൂ ഓഫ് കൗണ്ട് ഈസ് വീണ്ടും കൊടുത്തിരിക്കുകയാണ്. കണ്ടന്റ് ഓഫ് പി എന്നാണ് ഇതിനെ വായിക്കുന്നത്. സ്റ്റാർ പി, കണ്ടന്റ് ഓഫ് പി. പി എന്ന് പറയുന്ന അഡ്രസ്സിലെ കണ്ടന്റിനെ പ്രിന്റ് ചെയ്യും. അതും 100 തന്നെയാണ് റിസൾട്ട്. നമുക്ക് 100 തന്നെയാണ് പ്രിന്റ് ചെയ്ത് കിട്ടുക. അഡ്രസ് ഓഫ് കൗണ്ട്, കൗണ്ടിന്റെ അഡ്രസ്സ് എത്രയാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് അതിനെയും സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യിക്കാനായിട്ടുള്ള സംവിധാനമുണ്ട്. അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. വെറുതെ പി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. %u ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അൺസൈൻഡ് ഡാറ്റ ആയതുകൊണ്ട് അഡ്രസ് എന്ന് പറയുന്നത് എപ്പോഴും അൺസൈൻഡ് ആയിരിക്കും. അതുകൊണ്ട് %u കൊടുത്ത് പ്രിന്റ് ചെയ്താൽ മാത്രമേ അഡ്രസ് വാല്യൂ സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. ഏത് ലൊക്കേഷനിലാണ്, ഏത് മെമ്മറി അഡ്രസ്സിലാണ് കൗണ്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് ഈ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റിസൾട്ടായി സ്ക്രീനിൽ നമുക്ക് ലഭിക്കും. അതിനുള്ള ഒരു എക്സാമ്പിൾ കൂടിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. കോൾ ബൈ റെഫറൻസിന്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ് ഇനി പറയുന്നത്. സ്വാപ്പ് വാല്യൂസ് യൂസിങ് കോൾ ബൈ റെഫറൻസ്. സ്വാപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് വാല്യൂസിനെ ഇന്റർചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സ്വാപ്പ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, എയിലും ബിയിലും ഓരോ വാല്യൂസ് ഉണ്ട്. ആ എയിലുള്ള വാല്യൂ ബിയിലേക്കും ബിയിലുള്ള വാല്യൂ എയിലേക്കും മാറ്റണമെങ്കിൽ നമ്മളതിനെ സ്വാപ്പിംഗ് എന്നാണ് പറയുക. സ്വാപ്പ് ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം, അതിന്റെ മെയിൻ പ്രോഗ്രാമാണ് ഇവിടെ കാണുന്നത്. പ്രോട്ടോടൈപ്പ് വോയിഡ് സ്വാപ്പ് ഇന്റ് സ്റ്റാർ ഇന്റ് സ്റ്റാർ. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ ശ്രദ്ധിക്കുക, രണ്ടും പോയിന്റർ വേരിയബിൾസ് ആയതുകൊണ്ട് ഇന്റ് സ്റ്റാർ കോമ ഇന്റ് സ്റ്റാർ എന്ന് എഴുതിയിരിക്കുന്നു. മെയിൻ പ്രോഗ്രാം സിമ്പിൾ ആണ്. ഇന്റ് എ ബി, എ ഈക്വൽ ടു 11, ബി ഈക്വൽ ടു 22. രണ്ട് വേരിയബിൾസിലേക്ക് രണ്ട് വാല്യൂസിനെ കൊടുത്തിരിക്കുന്നു. പ്രിന്റ് ഓഫ് അതിനെ ഒന്ന് പ്രിന്റ് ചെയ്യിക്കുന്നു. എ ബി പ്രിന്റ് ചെയ്യും, 11ഉം 22ഉം പ്രിന്റ് ചെയ്യും. അതിനുശേഷമാണ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. സ്വാപ്പ് ആംപർസാൻഡ് എ ആംപർസാൻഡ് ബി. സ്വാപ്പ് ചെയ്യുമ്പോൾ എയിലുള്ള വാല്യൂവിന്റെ അഡ്രസ്, അതായത് അഡ്രസ് ഓഫ് എ, അഡ്രസ് ഓഫ് ബി എന്നിവ സ്വാപ്പ് ഫംഗ്ഷനിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഫംഗ്ഷനിൽ വെച്ചിട്ടാണ് വാല്യൂസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കാണും. അതിനെ പ്രിന്റ് ചെയ്യിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്. പ്രിന്റ് ഓഫ് ആഫ്റ്റർ എക്സ്ചേഞ്ചിങ് എന്ന് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നു. വീണ്ടും പ്രിന്റ് ഓഫ് എ ബി പ്രിന്റ് ചെയ്യുന്നു. അതായത് ആദ്യം പ്രിന്റ് ചെയ്ത പ്രിന്റ് ഓഫിലെ എ ബി 11, 22 ആയിട്ടാണ് പ്രിന്റ് ചെയ്തതെങ്കിൽ രണ്ടാമത്തെ അവസാനത്തെ പ്രിന്റ് ഓഫില് ഇത് 22, 11 എന്നീ ഒരു എക്സ്ചേഞ്ച് ചെയ്ത വാല്യൂസ് ആയിട്ടായിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുക. ഇതിനു വേണ്ടി എഴുതിയിരിക്കുന്ന സ്വാപ്പ് ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സ്വാപ്പ് ഫംഗ്ഷനിൽ എഴുതിയിരിക്കുന്നത് നോക്കുക. രണ്ട് പോയിന്റർ വേരിയബിൾ ആയതുകൊണ്ട് രണ്ടും ഫോർമൽ പാരാമീറ്റേഴ്സും ഇവിടെ അഡ്രസ്സുകളാണ്. അതുകൊണ്ട് ഇന്റ് സ്റ്റാർ പി ഇന്റ് സ്റ്റാർ ക്യൂ, ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഫംഗ്ഷന്റെ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണ്. ഇന്റ് ടെമ്പ് ഒരു ടെമ്പററി വേരിയബിളിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. കാരണം രണ്ട് വാല്യൂസിനെ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു വാല്യൂ നഷ്ടപ്പെടാതിരിക്കാൻ ഒരു ടെമ്പററി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇന്റ് ടെമ്പ്, അതാണ് ഇവിടുത്തെ ടെമ്പ് വേരിയബിൾ. അപ്പൊ ടെമ്പ് വേരിയബിളിലേക്ക് ആദ്യം തന്നെ കണ്ടന്റ് ഓഫ് പി സ്റ്റോർ ചെയ്യുന്നു. പി എന്ന് പറയുന്ന അഡ്രസ്സിലെ
കണ്ടന്റിനെ ടെമ്പിലേക്ക് മാറ്റിവെക്കുകയാണ്. അതിനുശേഷം കണ്ടന്റ് ഓഫ് പി ഈക്വൽ ടു കണ്ടന്റ് ഓഫ് ക്യൂ, ക്യൂവിലുള്ള വാല്യൂവിനെ പിയിലുള്ള വാല്യൂ ആയിട്ട് മാറ്റുന്നു. പി ഈക്വൽ ടു ക്യൂ, ഈ സമയത്ത് രണ്ടിലും ഒരേ വാല്യൂ തന്നെയായിരിക്കും. അതായത് പിയിലും ക്യൂവിലുള്ള വാല്യൂ തന്നെയായിരിക്കും ഈ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോൾ ഉണ്ടാവുക. ഇനി ക്യൂവിലുള്ള വാല്യൂ നേരത്തെ പിയിലുണ്ടായിരുന്ന വാല്യൂ ആയിട്ട് മാറാൻ വേണ്ടിയാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത് കണ്ടന്റ് ഓഫ് ക്യൂ ഈക്വൽ ടു ടെമ്പ്. കാരണം പിയിലുള്ള കണ്ടന്റിനെ നമ്മൾ ടെമ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ടെമ്പിനെ വീണ്ടും ക്യൂവിലേക്ക് അസൈൻ ചെയ്യുന്നു. അഡ്രസ് ഓഫ് ക്യൂ എന്ന് പറയുന്നത് ഒരു അഡ്രസ്സാണ്, അതിന്റെ കണ്ടന്റിലേക്ക് മാറ്റുന്നു. അപ്പോൾ കണ്ടന്റ് ഓഫ് ക്യൂ ഈക്വൽ ടു ടെമ്പ് എന്ന് പറയുമ്പോൾ നേരത്തെ പിയിലുണ്ടായിരുന്ന വാല്യൂ ടെമ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ വാല്യൂ ക്യൂവിലേക്ക് വരികയും ചെയ്യും. രണ്ട് മെമ്മറി ലൊക്കേഷനിലുള്ള വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു ഫംഗ്ഷനാണ് സ്വാപ്പ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന് ശേഷം നമ്മൾ തിരിച്ച് മെയിൻ പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ മെയിൻ പ്രോഗ്രാമിൽ സ്വാപ്പ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ്. അവിടെ എ കോമ ബി പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് 2211 എന്നായിരിക്കും പ്രിന്റ് ചെയ്ത് കിട്ടുക. പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാവുന്നതാണ്. കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞിട്ടുള്ള സ്വാപ്പ് ടു വാല്യൂസ്. അടുത്തത് റിക്കേർഷൻ. എന്താണ് റിക്കേർഷൻ എന്ന് നോക്കാം. ഒരു ഫംഗ്ഷനെ അതേ ഫംഗ്ഷനിന്റെ ഉള്ളിൽ നിന്ന് കോൾ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് റിക്കേർഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്നും വിളിക്കും. ഒരു ഫംഗ്ഷനെ ആ ഫംഗ്ഷനിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കോൾ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. ഒരു ഇൻഫിനിറ്റി ലൂപ്പിന് സിമിലർ ആണ് ഏകദേശം. കാരണം ആ ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്ന് ഒരു ആ ഫംഗ്ഷനെ തന്നെ വിളിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരേ ഫംഗ്ഷൻ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ആ ഫംഗ്ഷനിൽ നിന്ന് പുറത്തു പോകാനായിട്ട് ഒരു സാധ്യത കാണുന്നില്ല. അതുകൊണ്ട് അതൊരു ഇൻഫിനിറ്റി ലൂപ്പായിട്ട് മാറുന്നു. പക്ഷെ ഇൻഫിനിറ്റി ലൂപ്പുകൾ നമുക്കറിയാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇൻഫിനിറ്റി ലൂപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. ഇവിടെ അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് ഒരു കണ്ടീഷൻ നിർബന്ധമായും ഉണ്ടായിരിക്കണം. There must be a condition inside the function to exit the recursive call. റിക്കേഴ്സീവ് കോൾ, അതായത് റിപ്പിറ്റേറ്റീവ് കോളിനെ അവസാനിപ്പിക്കാനായിട്ട് ഇവിടെ ഒരു കണ്ടീഷൻ നിർബന്ധമായിട്ടും കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമേ റിക്കേഴ്സീവ് ഫംഗ്ഷൻ കമ്പ്യൂട്ടറിനെ ഹാങ് ചെയ്യിക്കാതെ നമുക്ക് വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇൻഫൈനൈറ്റ് ആയി പോവുകയും കമ്പ്യൂട്ടർ ഹാങ് ആയി നിൽക്കാനും സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് റിക്കേഴ്സീവ് ഫംഗ്ഷനെ കുറിച്ചുള്ള പോയിന്റ്സ്. അതിനുള്ളൊരു എക്സാമ്പിൾ പ്രോഗ്രാമിലൂടെ റിക്കേഴ്സീവ് ഫംഗ്ഷന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഒരു ഫാക്ടോറിയൽ കാണുന്ന പ്രോഗ്രാമാണ് റിക്കേഴ്ഷന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഈ മെയിൻ പ്രോഗ്രാം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു 2 വേരിയബിളിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇൻറ്റ് എ കോമ ഫാക്ട്, സ്കാൻ ഓഫ് എ എന്ന് പറയുന്ന വേരിയബിളിനെ ഇൻപുട്ട് ചെയ്യുന്നു. അതിനുശേഷം ഫംഗ്ഷനെ വിളിച്ചിരിക്കുകയാണ് ഫാക്ട് ഈക്വൽ ടു ഫാക്ടോറിയൽ എ. അപ്പോൾ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫംഗ്ഷനാണ്. ഫംഗ്ഷന്റെ പ്രോട്ടോടൈപ്പ് മുകളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫാക്ടോറിയൽ വിത്തിൻ ബ്രാക്കറ്റ്സ് ഇൻറ്റ്, പാരാമീറ്റർ ഇൻറ്റ് ടൈപ്പാണ്. റിട്ടേൺ ടൈപ്പും ഇൻറ്റ് ടൈപ്പാണ്. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഫാക്ടോറിയൽ ഫംഗ്ഷൻ ഒരു ഫാക്ടോറിയൽ കണ്ടെത്തി തിരിച്ച് ഫാക്ടോറിയൽ വാല്യൂ തരുന്ന ഫംഗ്ഷൻ ആയിരിക്കണം. തിരിച്ചു വരുന്ന വാല്യൂ ഫാക്ടോറിയൽ എ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോളിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ വാല്യൂവിനെ ഫാക്ട് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. തൊട്ടടുത്ത പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിൽ ആ ഫാക്ടിനെ പ്രിന്റ് ചെയ്യുന്നു. ഫാക്ടോറിയൽ ഓഫ് എ ഈക്വൽ ടു ഫാക്ടോറിയൽ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കാണുന്നുണ്ട്. അവിടെ നമുക്ക് ഫാക്ടോറിയലിനെ പ്രിന്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഇതിനു വേണ്ടി എഴുതിയിരിക്കുന്ന റിക്കേഴ്സീവ് ഫംഗ്ഷൻ ശ്രദ്ധിക്കുക. ഇൻറ്റ് ഫാക്ടോറിയൽ ഇൻറ്റ് നം, വേരിയബിൾ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് വരുന്നു, ഫോർമൽ പാരാമീറ്ററിലേക്ക് വരുന്നു. ഫംഗ്ഷന്റെ അകത്ത് ഇൻറ്റ് എഫ് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇഫ് നമ്പർ ഗ്രേറ്റർ ദാൻ 1 റിട്ടേൺ നം ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് നം മൈനസ് 1. അതായത് നമുക്കറിയാം 0 ഫാക്ടോറിയലും 1 ഫാക്ടോറിയലും 1 തന്നെയാണ്. 1നേക്കാൾ മുകളിലാണെങ്കിൽ മാത്രമേ അതിന്റെ ഫാക്ടോറിയൽ കാണേണ്ട കാര്യമുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് റിക്കേഴ്സീവ് കോളിലൂടെ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. റിട്ടേൺ നം ഇൻറ്റു ഫാക്ടോറിയൽ നം മൈനസ് 1. അതായത് ഈ ഫംഗ്ഷന്റെ പേര് ഫാക്ടോറിയൽ എന്നാണ്.
ഇവിടെ നിന്ന് ആ ഫംഗ്ഷനെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. പാരാമീറ്ററിൽ വാല്യൂവിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അതായത് മെയിൻ പ്രോഗ്രാമിൽ നിന്ന് വന്നത് ഫാക്ടോറിയൽ എ എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് ഫാക്ടോറിയൽ ഫംഗ്ഷനിലേക്ക് വരുന്നത്. അത് നമ്മിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. ആ നമ്മിനെ ഒന്ന് കുറച്ചിട്ടുള്ള വാല്യൂ ആണ് അടുത്ത റിക്കേഴ്സീവ് കോളിൽ ഈ ഫംഗ്ഷന്റെ പാരാമീറ്റർ ആയിട്ട് വരുന്നത്. തീർച്ചയായിട്ടും വീണ്ടും ഈ ഫാക്ടോറിയൽ ഫംഗ്ഷൻ റിക്കേഴ്സീവ് ആയിട്ട് വിളിക്കുമ്പോൾ നം-1 തന്നെയാണ്. അപ്പൊ നമ്മിന്റെ വാല്യൂ ഇങ്ങനെ ഒന്ന് വീതം കുറയുന്നതായിട്ട് ഈ പാരാമീറ്റർ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. റിക്കേഴ്സീവ് കോളിലൂടെ ഇവിടെ സംഭവിക്കുന്നത് നം എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ്. ഉദാഹരണത്തിന് നമ്മൾ 5 or 6 ഒക്കെ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് 5 times കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കണ്ടീഷന്റെ ഫോൾസ് പാർട്ടിലേക്ക് എത്തും. എന്താണ് ഫോൾസ് പാർട്ട്? എൽസ് പാർട്ട്. റിട്ടേൺ 1, നമ്പർ ഈക്വൽ ടു 1. അപ്പൊ നമ്പർ 1 ആയി കഴിഞ്ഞ സമയത്ത് എൽസ് പാർട്ടായിരിക്കും വർക്ക് ചെയ്യുക. ആ സമയത്ത് റിട്ടേൺ 1 എന്നായിരിക്കും വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് റിക്കേഴ്സീവ് കോൾ ഇല്ല. അതുകൊണ്ട് പ്രോഗ്രാം സാധാരണ രീതിയിൽ അവസാനിക്കുന്നത് അപ്പോഴാണ്. ഇതാണ് നേരത്തെ പറഞ്ഞത്, ഒരു റിക്കേഴ്സീവ് കോളിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഈഫ് കണ്ടീഷൻ നിർബന്ധമായും റിക്കേഴ്സീവ് ഫംഗ്ഷനുകളിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഇവിടെ ഈഫ് നം വാല്യൂ ബിക്കം ഈക്വൽ ടു 1 or less than 1 റിട്ടേൺ 1 എന്നാണ് ഈ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം. എങ്ങനെയാണ് ഈ ഫാക്ടോറിയൽ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫാക്ടോറിയൽ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ഫിഗർ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇവിടെ നമ്മൾ ഫാക്ടോറിയൽ നമ്മിന്റെ വാല്യൂ 1 ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. അതായത് ഏറ്റവും താഴെ നിന്ന് നമുക്ക് തുടങ്ങാം. ഫാക്ടോറിയൽ 1 ആണെങ്കിൽ റിട്ടേൺ 1 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ 1 റിട്ടേൺ ചെയ്യുന്നത് എവിടേക്കായിരിക്കും? ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ കോളിലേക്കായിരിക്കും. ആ ഫാക്ടോറിയൽ എന്നുള്ള ഫംഗ്ഷൻ റിക്കേഴ്സീവ് കോൾ ആണെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന 1 പോകുന്നത് തൊട്ടു മുമ്പുള്ള റിക്കേഴ്സീവ് കോൾ പോയിന്റിലേക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ 4 ആണ് കൊടുക്കുന്നത് ഇൻപുട്ടായിട്ട്. നമ്മിലേക്ക് വരുന്ന വാല്യൂ 4. ഈ പിക്ചറിൽ ആദ്യം മുതലേ നമുക്ക് മനസ്സിലാക്കാം, ഇൻഡ് മെയിൻ കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഫംഗ്ഷൻ കോളാണ്. ആ സമയത്ത് വരുന്ന വാല്യൂ 4 ആണ്. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് റിക്കേഴ്സീവ് കോളാണ് എക്സിക്യൂട്ട് ചെയ്യുക. നം ഇൻറ്റു നം എന്ന് പറയുന്നത് ആ സമയത്ത് 4 ആണ്. 4 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് എൻ നം-1. ആ സമയത്ത് ഫാക്ടോറിയൽ നം-1 എന്ന് പറയുമ്പോൾ അവിടെ 3 ആയിട്ട് മാറും. ഫാക്ടോറിയലിന്റെ പാരാമീറ്റർ 3 ആയിട്ട് മാറുന്നു. വീണ്ടും ഈ ഫാക്ടോറിയൽ ഫംഗ്ഷനെ തന്നെ വിളിക്കുകയാണ്. അവിടേക്ക് 3 ആണ് വരുന്നത്. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് വീണ്ടും ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നു. നം ആ സമയത്ത് നം എന്ന് പറയുന്നത് 3 ആണ്. 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2 എന്നായിട്ടാണ് ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുക. വീണ്ടും ഈ ഫംഗ്ഷനെ വിളിക്കുന്നു ഫാക്ടോറിയൽ. അവിടേക്ക് 2 ആണ് പാരാമീറ്റർ ആയിട്ട് വരുന്നത്. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ഇഫ് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ വീണ്ടും ഈ റിക്കേഴ്സീവ് കോൾ തന്നെ വർക്ക് ചെയ്യുന്നു. റിട്ടേൺ നം ഈക്വൽ ടു, ആ സമയത്തൊന്നും റിട്ടേൺ നടക്കുന്നില്ല. നം ഇൻറ്റു ഫാക്ടോറിയൽ 1 എന്നായിരിക്കും വരിക. അതിനുശേഷം വീണ്ടും അടുത്ത കോളിലേക്ക് വരുന്നു. ആ സമയത്ത് 4ാമത്തെ റിപ്പീറ്റേഷനാണ്, റിക്കേഴ്സീവ് കോളാണ്. 4ാമത്തെ കോളിൽ നമ്മിന്റെ വാല്യൂ 1 ആയതുകൊണ്ട് ആദ്യത്തെ കണ്ടീഷൻ ഈഫ് കണ്ടീഷൻ ഫെയിൽ ആകുന്നു. ഈഫ് കണ്ടീഷൻ ഫെയിൽ ആയാൽ എൽസ് പാർട്ടിലേക്ക് വരും, റിട്ടേൺ 1. ആ സമയത്ത് ഈ റിട്ടേൺ 1 എന്ന് പറയുന്നത് നേരത്തെ റിക്കേഴ്സീവ് ഫംഗ്ഷൻ പെൻഡിങ്ങിലാക്കി നിർത്തിയിട്ടുള്ള ആ പോയിന്റിലേക്കാണ് വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. അതായത് ഇവിടെ ഈ 1 ഫാക്ടോറിയൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത 1 ഫാക്ടോറിയൽ കിട്ടിക്കഴിയുമ്പോൾ 1 ഇൻറ്റു 2 എന്നായിരിക്കും അവിടെ നടക്കുന്ന കാൽക്കുലേഷൻ. അതായത് 2 ഇൻറ്റു 1 2 ഈസ് റിട്ടേൺഡ്. ഇവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് റിട്ടേൺ ചെയ്യുന്നത് 2 ആയിരിക്കും. 2 റിട്ടേൺ ചെയ്ത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂ 2 ആയിരിക്കും. നേരത്തെ ഇവിടെ നമ്മിന്റെ വാല്യൂ 3 ആണ്. റിട്ടേൺ 3 ഇൻറ്റു 2 എന്നായിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് മാറും. 3 ഇൻറ്റു 2 6 ആയിരിക്കും ആ സമയത്ത് റിട്ടേൺ ചെയ്യുന്നത്. 6 ഇവിടെ വന്നു കഴിയുമ്പോൾ ഫാക്ടോറിയൽ 3 ആണ് നമ്മൾ സെൻഡ് ചെയ്ത വാല്യൂ കോൾ ചെയ്ത സമയത്തുള്ളത്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 6 ആണ്. 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആദ്യത്തെ നമ്പർ 4 ആണ്. നം ആ സമയത്ത് 4 ആയിരുന്നു.
4 × 6 ആയിരിക്കും ആ സമയത്ത് റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പം ഇതാണ് മെയിൻ പ്രോഗ്രാമിലേക്ക് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ. അതായത് പാരാമീറ്ററായിട്ട് 4 കൊടുക്കുമ്പോൾ മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു കിട്ടുന്ന ആൻസർ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 24 ആയിരിക്കും. അതാണ് 4 ഫാക്ടോറിയൽ. അപ്പം ഇവിടെ ഓരോ തവണ റിക്കേഴ്സീവ് കോൾ നടക്കുമ്പോഴും ഈ ഫാക്ടോറിയൽ ഫംഗ്ഷൻ ഒരു സസ്പെൻസ് അക്കൗണ്ടിൽ നിർത്തുകയും, സ്റ്റാക്ക് കൺസെപ്റ്റാണ് അവിടെ ഉപയോഗിക്കുന്നത്, സ്റ്റാക്കിലേക്ക് ആ വാല്യൂ ഇൻസെർട്ട് ചെയ്യുകയും അതങ്ങനെ ഓരോന്നോരോന്ന് സ്റ്റാക്കിലേക്ക് ഇൻസെർട്ട് ചെയ്തുകൊണ്ട് ഏറ്റവും അവസാനത്തെ റിട്ടേൺ റിക്കേഴ്സീവ് കോൾ ബ്രേക്ക് ചെയ്തതിന് ശേഷമുള്ള ആ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ മാത്രം സ്റ്റാക്കിലെ ഓരോ ഓപ്പറേഷൻസായി വീണ്ടും ചെയ്യുകയും അവസാനം കിട്ടുന്ന ആൻസറിനെ മെയിൻ പ്രോഗ്രാമിലേക്ക് റിട്ടേൺ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഈ ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കുകയും ഈ വാല്യൂ എങ്ങനെ റിട്ടേൺ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ ഒരു റിക്കേഴ്സീവ് ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. മറ്റൊരു പ്രോഗ്രാം കൂടി നോക്കാം. ഫിബൊനാച്ചി നമ്പർ ആണ്. ഫിബൊനാച്ചി നമ്പർ യൂസിങ് റിക്കേർഷൻ പ്രോഗ്രാം നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഫംഗ്ഷനാണ് ഇവിടെ ആദ്യം എഴുതിയിട്ടുള്ളത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ചില സമയത്ത് ഫംഗ്ഷൻ നമുക്ക് ആദ്യം ഡിഫൈൻ ചെയ്യാം, അതിനുശേഷം മെയിൻ പ്രോഗ്രാം ഡിഫൈൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് വേണ്ട എന്നുകൂടി പറഞ്ഞു. ഇവിടെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എഴുതിയിട്ടില്ല, പകരം ആദ്യം തന്നെ ഫംഗ്ഷൻ എഴുതിയിരിക്കുകയാണ്. ഇന്റ് ഫിബൊനാച്ചി ബ്രാക്കറ്റിൽ ഒരു പാരാമീറ്റർ ആണ് വരുന്നത്. ഈ φ = 0 റിട്ടേൺ 0, i = 1 റിട്ടേൺ 1. അതിനുശേഷമുള്ള ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശ്രദ്ധിക്കുക. റിട്ടേൺ ഫിബൊനാച്ചി i-1 ഫിബൊനാച്ചി i-2. അതായത് ഇവിടെ വരുന്ന ആ വാല്യൂ ഓരോരോ ഫിബൊനാച്ചി നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം എഴുതുന്നത്. ഒരു വാല്യൂ ഈ ഫംഗ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിക്കേഴ്സീവ് കോളിൽ നമുക്കറിയാം ഫിബൊനാച്ചി നമ്പേഴ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ നേരത്തെ തന്നെ പ്രോഗ്രാംസിൽ എഴുതിയിട്ടുണ്ട്. ആ പ്രോഗ്രാം ഉപയോഗിച്ച് നോക്കുമ്പോൾ i-1ഉം i-2 അത് തൊട്ട് മുമ്പുള്ള രണ്ട് നമ്പേഴ്സിന്റെ സമ്മിനെയാണ് ഒരു ഫിബൊനാച്ചി നമ്പർ എന്ന് പറയുന്നത്. ith പൊസിഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂവിന്റെ തൊട്ട് മുമ്പുള്ള നമ്പറും അതിനു മുമ്പുള്ള നമ്പറും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫിബൊനാച്ചി നമ്പർ കിട്ടുക. അപ്പോൾ നമ്മളൊരു പാരാമീറ്റർ വാല്യൂ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ആ വാല്യൂവിനനുസരിച്ച് ഈ ഫിബൊനാച്ചിയെ 2 തവണ റിക്കേഴ്സീവായിട്ട് വിളിക്കുകയാണ് ചെയ്യുക. ഫിബൊനാച്ചി i-1. നിങ്ങൾ ഇതിന്റെ റൂട്ട് ലെവലിൽ നിന്ന് ആരംഭിക്കാൻ നമുക്ക് ഈ φ = 0 ആണെങ്കിൽ റിട്ടേൺ 0, y 0 ആകുന്ന വരെ റിട്ടേൺ ചെയ്യും. ഇത് റിക്കേഴ്സീവായിട്ട് കോൾ ചെയ്യും. അല്ലെങ്കിൽ i1 ആകുന്നവരെ കോൾ ചെയ്യും. ചില സമയത്ത് 0 കൊടുക്കുകയാണെങ്കിൽ അവിടെ റിട്ടേൺ ചെയ്യുന്നത് 0 ആയിരിക്കും. i = 1 ആണെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത് 1 ആയിരിക്കും. നേരത്തെ ഫാക്ടോറിയൽ എങ്ങനെയാണോ വർക്ക് ചെയ്തത് അതുപോലെ തന്നെ എഴുതി നോക്കുകയാണെങ്കിൽ, ആ ഡയഗ്രാം വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇക്കാര്യം കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മെയിൻ പ്രോഗ്രാം നോക്കുക. ഒരു ലൂപ്പിനകത്താണ് ഫിബൊനാച്ചി കൊടുത്തിട്ടുള്ളത്. അതായത് ഫോർ ലൂപ്പിനകത്ത് 10 ഫിബൊനാച്ചി നമ്പർ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഫോർ ലൂപ്പ് 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ മെയിൻ പ്രോഗ്രാം എഴുതിയിട്ടുള്ളത്. അതായത് ഫിബൊനാച്ചി i പാരാമീറ്റർ 0 കൊടുക്കുന്നു. ഫിബൊനാച്ചി i എന്ന് പറയുമ്പോൾ ആദ്യത്തെ കേസിൽ ഫിബൊനാച്ചി 0 ആണ് കൊടുക്കുക. അതായത് 0th ഫിബൊനാച്ചി നമ്പർ പ്രിന്റ് ചെയ്യാനാണ്. പിന്നെ അടുത്ത ഫസ്റ്റ് ഫിബൊനാച്ചി നമ്പർ പ്രിന്റ് ചെയ്യും, പിന്നീട് രണ്ടാമത്തത്, മൂന്നാമത്തത്. അങ്ങനെ ഓരോ ഫംഗ്ഷൻ കോളിലും ഈ ഫംഗ്ഷനിൽ കിട്ടുന്നത് അതാത് ഫിബൊനാച്ചി നമ്പറാണ്. ith ഫിബൊനാച്ചി നമ്പറാണ് ഈ ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. 0 കൊടുത്തു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. പ്രോഗ്രാം ഫിബൊനാച്ചി ഫംഗ്ഷനിൽ ആദ്യത്തെ കണ്ടീഷൻ തന്നെ ഈ φ = 0 റിട്ടേൺ 0 എന്നാണ്. ഉടനെ 0 പ്രിന്റ് ചെയ്യും. മെയിൻ പ്രോഗ്രാമിലെ പ്രിന്റ് ഓഫ് ഫോർ ലൂപ്പിനകത്തുള്ള പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിൽ 0 പ്രിന്റ് ചെയ്യും. i = 1 ആണെങ്കിലും റിട്ടേൺ 1 എന്ന് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ 1 പ്രിന്റ് ചെയ്യും. 2 ആണ് കൊടുക്കുന്നതെങ്കിൽ ആദ്യത്തെ 2 ഈഫ് സ്റ്റേറ്റ്മെന്റും ഫെയിൽ ആകുന്നു. കാരണം i = 0 അല്ല, i = 1 അല്ല. അങ്ങനെ വരുമ്പോൾ ഫംഗ്ഷനകത്തുള്ള റിക്കേഴ്സീവ് ഫംഗ്ഷനകത്തുള്ള മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. അവിടെ i-1 എന്ന് പറയുന്നത് 2-1 എന്നായിട്ട് മാറും. 2-1 എന്ന് പറയുന്നത് 1 ആണ്.
പ്ലസ് ഫിബൊനാക്കി i-2. അപ്പൊ 2 - 2 എന്നാണ് അവിടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. അപ്പൊ ഫിബൊനാക്കി എന്ന് പറയുന്ന ഫംഗ്ഷനെ 2 തവണ വിളിക്കുകയാണ് റിക്കേഴ്സീവ് ആയിട്ട്. ആദ്യത്തെ റിക്കേഴ്സീവ് കോളിൽ i-1ന്റെ വാല്യൂ 1 ആയിരിക്കും. വീണ്ടും ഫിബൊനാക്കി ഫംഗ്ഷനിന്റെ ബിഗിനിങ്ങിലേക്ക് വരികയും ആദ്യത്തെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ i=1 എന്ന് കാണുമ്പോൾ റിട്ടേൺ 1 എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഇവിടെ ഒരു 1 കിട്ടുകയും രണ്ടാമത്തെ ഫംഗ്ഷനിൽ 0 കിട്ടുകയും ചെയ്യും. 0 + 1 എന്നായിട്ട് മാറും ഈ സ്റ്റേറ്റ്മെന്റ്. 1 + 0 എന്നായിട്ട് മാറും. 1 + 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. ആ 1 ആയിരിക്കും റിട്ടേൺ ചെയ്യുക മെയിൻ പ്രോഗ്രാമിലേക്ക്. അപ്പൊ അങ്ങനെ അടുത്ത കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓരോ വാല്യൂസും നമ്മൾ കൊടുത്തു നോക്കുന്നു. ആദ്യം പാരാമീറ്റർ ആയിട്ട് ഫിബൊനാക്കിയിലേക്ക് മെയിൻ പ്രോഗ്രാമിൽ നിന്ന് വരുന്നത് 0, പിന്നീട് വരുന്നത് 1, പിന്നീട് വരുന്നത് 2, പിന്നീട് വരുന്നത് 3. ഇങ്ങനെ ഓരോരോ വാല്യൂസും i വാല്യൂ മാറുന്നതനുസരിച്ച്, മെയിൻ പ്രോഗ്രാമിലെ i വാല്യൂ മാറുന്നതിനനുസരിച്ച് ഫിബൊനാക്കി ഫംഗ്ഷനിൽ നിന്നും ith ഫിബൊനാക്കി നമ്പർ ഈ മെയിൻ പ്രോഗ്രാമിലേക്ക് റിട്ടേൺ ചെയ്തുകൊണ്ടിരിക്കും. റിട്ടേൺ ചെയ്ത് കിട്ടുന്ന ആ ഫിബൊനാക്കി നമ്പറിനെ പ്രിന്റ് ഓഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഈ പ്രോഗ്രാം 10 ഫിബൊനാക്കി നമ്പറുകളെ പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് യൂസിങ് ഫിബൊനാക്കി ആസ് എ റിക്കേഴ്സീവ് ഫംഗ്ഷൻ. എഴുതി അത് മനസ്സിലാക്കാവുന്നതാണ്. ഓരോ കേസുകളും എഴുതി നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ചെയ്തതുപോലെ ഫാക്ടോറിയലിൽ മനസ്സിലായതുപോലെ തന്നെ ഇതിന്റെ വർക്കിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു എക്സാമ്പിൾ കൂടിയാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. അപ് ടു n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണുന്ന ഒരു പ്രോഗ്രാമാണ്. ഇവിടെ സം എന്നാണ് ഫംഗ്ഷന്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഇൻറ്റ് n, റിസൾട്ട് scanf &n. n ഇൻപുട്ട് ചെയ്യുന്നു. റിസൾട്ട് = സം n. എന്നിട്ട് റിസൾട്ടിനെ പ്രിന്റ് ചെയ്യുന്ന പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ സം ഫംഗ്ഷൻ റിക്കേഴ്സീവ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അവിടെ ഫാക്ടോറിയൽ പോലെ തന്നെയാണ്. ഇഫ് നം ≠ 0 റിട്ടേൺ നം പ്ലസ് സം നം -1 എൽസ് റിട്ടേൺ നം. =0 ആണെങ്കിൽ ആ നം തന്നെ റിട്ടേൺ ചെയ്യുന്നു. സം ചെയ്യാനായിട്ട് നമുക്ക് ആ നമ്പറിനെ അവസാനം 0 ആകുന്നവരെ സം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. n എന്ന് പറയുന്ന വാല്യൂ 3 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കി നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. 3 ആണ് നമ്മിലേക്ക് വരുന്നതെങ്കിൽ ഇഫ് നം ≠ 0 എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആവുകയും റിട്ടേൺ നം പ്ലസ് സം നം -1 എന്നായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ റിക്കേഴ്സീവ് കോൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യത്തെ റിക്കേഴ്സീവ് കോളിൽ സമ്മിന്റെ പാരാമീറ്റർ 2 ആണ്, കാരണം നം -1. 2 വീണ്ടും ഈ ഫംഗ്ഷനിലേക്ക് വരുന്നു. കണ്ടീഷൻ ട്രൂ ആണ്, നമ്പർ ≠ 0 ആണ്. വീണ്ടും 2 + സം നം -1 എന്ന് വരുന്നു. സം നം -1 എന്ന് പറയുന്നത് 1 ആണ്. അവിടെയും ഇഫ് നം ≠ 0 ട്രൂ ആവുന്നു. ആ സമയത്ത് 1 + സം നം -1 എന്ന് പറഞ്ഞാൽ 1 + സം 0 എന്നായിട്ട് മാറുന്നു. നാലാമത്തെ റിക്കേഴ്സീവ് കോളില് ഉടനെ സം ഫംഗ്ഷനിലേക്ക് വീണ്ടും വരുന്നു. അവിടെ കണ്ടീഷൻ ഫെയിൽ ആവുകയാണ്, കാരണം നമ്മിന്റെ വാല്യൂ 0 ആയിട്ടാണ് കിട്ടുക. പാരാമീറ്ററിലേക്ക് വരുന്ന വാല്യൂ ഇപ്പോൾ 0 ആണ്. 0 ആയി കഴിഞ്ഞാൽ റിട്ടേൺ നം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 0 തന്നെ റിട്ടേൺ ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ 0 റിട്ടേൺ ചെയ്യുന്നു. നേരത്തെ ഫാക്ടോറിയലിൽ ചെയ്തതുപോലെ തന്നെ റിവേഴ്സ് പ്രോസസ് നടക്കുന്നു. സ്റ്റാക്കിൽ നിന്ന് ഓരോ വാല്യൂസ് ആയിട്ട് പുറത്തെടുത്ത് പ്ലസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 0 + 1 1 1 + 2 3 3 + 3 6 6 + 4 എത്രയാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ രീതിയിലേക്ക് റിവേഴ്സ് പ്രോസസ്സിലൂടെ സം കാണുകയും അതിനെ റിട്ടേൺ ചെയ്യുകയും ചെയ്യുന്നു മെയിൻ പ്രോഗ്രാമിലേക്ക്. അങ്ങനെ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മിനെ മെയിൻ പ്രോഗ്രാമിൽ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിൽ ലഭിക്കുന്നു. ആ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിനെ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ചില പ്രത്യേക പ്രോഗ്രാമുകൾ, എല്ലാ പ്രോഗ്രാമുകളും റിക്കേഴ്സീവായിട്ട് എഴുതാൻ പറ്റണമെന്നില്ല. പക്ഷെ ചില പ്രോഗ്രാംസ് റിക്കേഴ്സീവായിട്ട് ചെയ്യുന്നത് വഴി നമുക്ക് കമ്പ്യൂട്ടറിന്റെ കമ്പൈലിംഗ് സ്പീഡ് ലാഭിക്കാനും മെമ്മറി സ്പേസ് ലാഭിക്കാനും ഒക്കെ സാധിക്കും. വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് റിക്കേഴ്സീവ് ഫംഗ്ഷന്റെ പ്രത്യേകത. പ്രത്യേകിച്ച് വലിയ വലിയ കാൽക്കുലേഷൻസ് ഒക്കെ വരുമ്പോൾ, വലിയ പ്രോജക്റ്റുകളിലൊക്കെ
റിക്കേഴ്സീവ് ഫംഗ്ഷൻ വളരെ അധികം യൂസ്ഫുൾ ആണ്. അപ്പോൾ സാധിക്കുന്ന ഫംഗ്ഷനുകളെല്ലാം തന്നെ റിക്കേഴ്സീവ് ഫംഗ്ഷനാക്കി എഴുതുന്നതാണ് നല്ല ഒരു പ്രോഗ്രാമറുടെ അറിവുള്ള പ്രോഗ്രാമറുടെ ലക്ഷണമായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിക്കേഴ്സീവ് ഫംഗ്ഷന്റെ ഈ 3 എക്സാമ്പിളുകൾ, ഇനിയും ഒത്തിരി എക്സാമ്പിളുകൾ, പ്രൈം നമ്പർ കാണാനായിട്ട് റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഉപയോഗിക്കാം, എക്സ് റേസ് ടു എൻ കാണാനായിട്ട് റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഇങ്ങനെ ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള പ്രോഗ്രാംസ് കൂടി മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം ഈ ക്ലാസ് കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു. ഇതിൽ നിന്നും ഫംഗ്ഷൻ എന്താണെന്നും ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്താണെന്നും കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് എന്താണെന്നും എല്ലാം മനസ്സിലായി കാണും. റിക്കേഴ്സീവ് ഫംഗ്ഷനെ കുറിച്ച് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ ചില പ്രോഗ്രാമുകളിലൂടെ എങ്ങനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതുക എന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുകയാണെങ്കിൽ തുടർന്നു വരുന്ന പ്രസന്റേഷനുകളും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്ക് യു.